മലയാളിയുടെ പ്രിയതാരം കല്യാണി പ്രിയദർശനെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഉപദേശികൾ വളഞ്ഞിരിക്കുകയാണ്. അതീവ ഗ്ലാമറസ് ലുക്കിലെത്തി തകർത്ത് നൃത്തമാടിയ ജീനിയിലെ പാട്ടിനെ ഇപ്പോൾ ചിലർ വിമർശിക്കുന്നു. അത് ചിലരെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. പക്ഷേ അബ്ദി അബ്ദി പാട്ട് ഇപ്പോൾ വൈറലാണ്. എന്നാൽ ഐറ്റം ഡാൻസുമായി കല്യാണിയെ പ്രതീക്ഷിച്ചില്ല എന്നാണ് സഹോദര സ്നേഹവുമായി സൈബർ ഇടങ്ങളിൽ ചിലരുടെ പ്രതികരണം. എന്തിനിത് ചെയ്തു എന്നാണ് വേദനയോടെയുള്ള രോദനം. താരങ്ങളുടെ വസ്ത്രധാരണം ചർച്ചയാക്കുന്നത് സാധാരണക്കാർ മാത്രമല്ല, അവരിൽ പുരോഗമനവാദികളായ രാഷ്ട്രീയ നേതാക്കൾ വരെയുണ്ട്. ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണിയുടുക്കാത്ത താരങ്ങളെ മതിയെന്ന് വിമർശനം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് കേരളത്തിലെ ഒരു MLA ആണ്. അത് നിർത്താൻ പറയണം, തുണിയുടുത്തു വരാൻ പറയണം. ഇത് സദാചാരം എന്നു പറഞ്ഞെൻ്റെ നേരെ വരരുത്. മാന്യമായ വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നീളുന്നു MLAയുടെ നിർദ്ദേശം. താരങ്ങൾക്ക് ആരുടെയെങ്കിലും ഉപദേശം വേണോ? കല്യാണിയെ സിനിമ എന്തെന്ന് സൈബർ സഹോദരങ്ങൾ പഠിപ്പിക്കണോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്ന ചോദ്യം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ഗൗതമാണ്. ഗൗതം കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗൗതം, കഴിഞ്ഞ ദിവസം ഗൗതമിൻ്റെ ഫോൺ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാതിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? അതെ. ഗൗതം, ഈ താരങ്ങൾ തുണി ഉടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ചർച്ചയാക്കുമ്പോൾ ഇത് മലയാളി അവരുടെ ഒരു വലിയ അപജയം സംഭവിച്ചു എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ കാണുകയാണോ, അതോ ഇത് അനാവശ്യമായ ഒരു ഇടപെടലാണോ? കുറച്ച് സമയം തരുമോ ഇത് മനു? ഇല്ല, നമ്മൾ തല്ല തിരക്കില്ല, വളരെ വേഗത്തിൽ. പറയാം. ഇപ്പൊ കുറച്ച് പറയാനുണ്ട്. ഇത് പെട്ടെന്ന്. ഇത് UR പ്രദീപ MLA പറഞ്ഞ് എന്ത് വിഡ്ഢിത്തരമാണ്. നമ്മൾ എന്ത് ചിന്താഗതിയിലേക്ക് മാറിയില്ലേ? പരിഷ്കാര ചിന്താഗതിയിലേക്കല്ലേ UR പ്രദീപ MLA പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചത് അപ്പൊ തുണി ഉടുത്ത് വരാൻ പറയണം എന്ന് പറയുന്നവരൊക്കെ ഒപ്പമാണ് ഗൗതം അല്ലേ? അതെ. ശരി, ഓക്കെ. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, തുണി ഉടുത്ത് താരങ്ങൾ വരണം എന്ന് നിർദ്ദേശിക്കാൻ നമുക്ക് അധികാരമുണ്ടോ? നമസ്കാരമുണ്ട് മനു സാറേ. നമസ്കാരം. യാതൊരു കാരണവശാലും അങ്ങനെ കഴിച്ചിട്ടൊന്നും വരരുത്. നേരത്തെയൊക്കെ മനുഷ്യൻ വരുന്ന അരി വരണം. വ്യക്തമാണ്. അപ്പൊ കുഞ്ഞാമത് കോഴിക്കോട് നിന്ന് ചേരുന്നു. കുഞ്ഞാമത്, ആളുകളെ ഇങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പറയാൻ, ഇങ്ങനെ നൃത്തം ചെയ്യണം എന്ന് പറയാൻ ഒരു സാധാരണ മലയാളിക്ക് അവകാശമുണ്ടോ? നമസ്കാരം സാർ. പ്രദീപന്റെ കാര്യത്തോട് യോജിപ്പില്ല. അവനവന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു വരാനുള്ള ഓരോരുത്തർക്കും അധികാരമുണ്ട്. അത് മനുഷ്യന്റെ എല്ലാ ഇത് മറഞ്ഞു നിന്നുകൊണ്ടുള്ള വസ്ത്രം ധരിക്കേണ്ടതെന്ന് എനിക്ക് പറയുള്ളൂ. ഇക്കാര്യത്തിൽ പറയാം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മഹി എന്നോടൊപ്പം ചേരുന്നു കിള്ളിപ്പാലത്ത് നിന്നാണ്. ശ്രീ മഹി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ്? അല്ല, നമുക്ക് ഒരുപാട് ആളുണ്ട്, എനിക്ക് എല്ലാവരുടെയും കേൾക്കണ്ടേ? എല്ലാ ദിവസവും ഒരാളുടെ 5 മിനിറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ വേഗത്തിൽ, പുതിയൊരാളാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കേൾക്കാം. അങ്ങ് എല്ലാ ദിവസവും പ്രതികരിക്കുന്നതാണ്. വളരെ വേഗത്തിൽ. അത് പിന്നെ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ വിഷയമുള്ള ചർച്ച ചെയ്യുന്നത്. അങ്ങക്ക് എപ്പോഴും കോൺഗ്രസിനെ ചീത്ത വിളിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ദിവസങ്ങളിൽ. ഓക്കെ, ശരി. അപ്പോൾ ഷിജു കിരിയത്ത് എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം മനു എന്ന് പറയുന്നു. 90s ബോളിവുഡ് സിനിമാസ് ആർ ദി വൺ വിച്ച് ഹാസ് ചേഞ്ച്ഡ് അവർ ഫാഷൻ സെൻസ് ആൻഡ് ഡ്രസ്സിംഗ് സെൻസ്. അപ്പോൾ 90കളിൽ സിനിമ നമ്മുടെ രീതികളെ മാറ്റി. അപ്പോൾ ഇന്ന് ആ തരത്തിൽ നമ്മൾ മാറിയിരിക്കുന്നു എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. സുനിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ചേർന്ന് മൊയ്തീൻ കുഞ്ഞ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, നമസ്കാരം. നമസ്കാരം. വളരെ വേഗത്തിൽ. പുരുഷന്മാര് അന്തസ്സായ രീതിയിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. സ്ത്രീകൾ മാത്രം എന്തുകൊണ്ട് ഈ ബോഡി ഷോ ഒക്കെ നടത്തുന്ന എത്രയോ മസിൽ കുട്ടന്മാരില്ലേ നമ്മുടെ സിനിമയിൽ? അവരെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. കാരണം ഇത് തന്നെ, സിനിമയിൽ അഭിനയിക്കുന്ന ഏത് ഭാഷയിൽ അഭിനയിച്ചാലും അവര് നല്ല നീറ്റായ രീതിയിൽ ആ വസ്ത്രം ധരിച്ച് അഭിനയിക്കുന്നത്. മറ്റുള്ളത് പോട്ടെ, ഈ സ്ത്രീകളായ നടിമാര് മാത്രം എന്ത് ഈ അർത്ഥനായിട്ട് അഭിനയിക്കുന്നത്? പുരുഷന്മാർ എത്ര ബോഡി പ്രദർശനം നടത്തുന്നില്ലേ സിനിമകളിൽ? ബോഡി ബിൽഡിംഗ് ആ ഭാഗം വരുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതില്ല. അങ്ങ് പറയുന്നത് സിനിമയിൽ തുണിയുടെ ഇറക്കം വർദ്ധിപ്പിക്കണം എന്ന നിലപാടാണ് അല്ലേ? അതെ, അർത്ഥനായിട്ട് അഭിനയിക്കാൻ പാടില്ല. ശരി. അപ്പൊ പ്രദീപ് എന്നോടൊപ്പം ചേരുന്ന ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, ഇതൊക്കെ
ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് അനുസരിക്കാൻ ആളുകൾ തയ്യാറാകുമോ? നമ്മുടെ നിയമം അവരെ അനുവദിക്കുന്ന തരത്തിലല്ലേ അവർ പോകുന്നത്? എന്താണ് പ്രദീപിൻ്റെ അഭിപ്രായം? ആര് വസ്ത്രം ധരിക്കണം അവരല്ലേ തീരുമാനിക്കുന്നത്, അല്ലാണ്ട് പൃഥ്വിയാണ് തീരുമാനിക്കുന്നത്. അവരവരെ മകനെ അച്ഛൻ നന്നാക്കാം, അത് നാട്ടുകാരെ നന്നാക്കാൻ പറ. ധരിക്കണം അവരവരുടെ ഇഷ്ടം, അല്ലാണ്ട് അവരുടെ ഇഷ്ടമാണ്. ശരി, വ്യക്തമാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്തു നിന്നാണ്. ശ്രീ സെബാസ്റ്റ്യൻ. യെസ് സെബാസ്റ്റ്യൻ, ഈ മലയാളി ഇപ്പോൾ ഒരു ചെറിയൊരു രോദനം, നമുക്ക് മൊത്തത്തിൽ നമ്മുടെ സംസ്കാരം തകർന്നു, പൈതൃകം തകർന്നു, നമ്മുടെ സഭ്യമായ രീതികൾ തകർന്നു എന്നൊക്കെ മലയാളി ഇങ്ങനെ വാവിട്ട് കരയാൻ മാത്രം ഒരു വലിയ സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണോ സെബാസ്റ്റ്യൻ നമ്മൾ കടന്നു പോകുന്നത്? അതെ, തീർച്ചയായിട്ടും. പണ്ട് മറയ്ക്കാൻ നമ്മൾ സമരം ചെയ്തു. ഇപ്പം സ്ത്രീകള് പൊതുവെ ഈ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന സ്ത്രീകള് കുറഞ്ഞിട്ടുണ്ട്. അവര് കാണുമ്പോ താല്പര്യമില്ലാത്തവർ അങ്ങോട്ട് നോക്കാതിരുന്ന പോരെ, അവരവരുടെ നിയമം ലംഘിക്കാത്തടത്തോളം നമ്മുടെ പൂർവികന്മാര് മറയ്ക്കാൻ ഒരുപാട് പണിയെടുത്താണ് മറയ്ക്കാനുള്ള അവകാശം നമ്മൾ നേടിയെടുത്തത്. ഇന്നത്തെ ഈ കലാസൃഷ്ടിയാണെന്നും പറഞ്ഞ് പൊതുവേദികളില് പൂർണ്ണമായിട്ട് നഗ്നമായിട്ട് വന്ന് നമ്മളെ അപമാനിക്കുന്ന ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുന്നില്ല. ഓക്കെ, വ്യാസ ഗോപകുമാർ. ശ്രീ വ്യാസ ഗോപകുമാർ, അതെ അതെ, ഹലോ. അങ്ങ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? സാർ, ഞാനൊരു അധ്യാപകനാണ്. അധ്യാപകനാണ്? അതെ. അപ്പൊ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ അധ്യാപകരായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ കുട്ടികളൊക്കെ അങ്ങക്ക് അറിയാലോ, എല്ലാം ട്രെൻഡിയായി, ഫാഷൻ വെള്ളമായി, ജെൻസിമാരാണ്. അവരുടെ വാക്കുകൾ, പ്രയോഗങ്ങളെല്ലാം നമ്മുടെ പഴയ ഒരു തലമുറയിൽ നിന്ന് അങ്ങേയറ്റത്തെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവരുടെ ഹെയർ കട്ടിംഗ് ഒക്കെ പല തരത്തിലാണ്. ഇപ്പോൾ പല പുതിയ തരം ഹെയർ കട്ടിങ്ങുകളാണ്. അപ്പോൾ ഈ കാലം മാറുമ്പോൾ അവർ മാറി ചിന്തിക്കുമ്പോൾ വയസ്സായ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണോ ശ്രീ ഗോപകുമാർ നമ്മുടെ പ്രശ്നം? അതോ അവർ പോകുന്ന തെറ്റായ വഴിയിലാണോ? അല്ല, കാലത്തിൻ്റെതായ മാറ്റം അത് സമൂഹത്തിൽ എന്ന പേരിൽ നമുക്ക് എന്തും ചെയ്യാനാവില്ല, അല്ലേ? ഇപ്പൊ ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. എങ്കിൽ കൂടിയും നമുക്ക് സമൂഹത്തിലെ ഒരു ചട്ടവട്ടങ്ങളിൽ നമ്മൾ താമസിക്കുമ്പോൾ അനുസരിച്ച് മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇവിടെ ഇപ്പൊ MLA നടത്തിയ പരാമർശം കുറച്ചും കൂടെ ഇതാകായിരുന്നു, കുറച്ചും കൂടെ ഒരു മൃദുവായ ഒരു ഭാഷയിൽ പറയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം, മോഹൻലാൽ ഇങ്ങനെ ഒളിഞ്ഞോട്ട പരിപാടി ആ ഒരു രീതിയിലാണ് പ്രതികരിച്ചത്. ഒരു ഷോയുടെ ഭാഗമായി അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് ഒരു സിനിമാക്കാർക്കിടയിലേക്ക് മാത്രം നമ്മൾ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമല്ലല്ലേ. സമൂഹത്തിൽ എത്രയോ പേര് അങ്ങനെ വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ടല്ലേ. അത് അവരുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്, അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പക്ഷെ എങ്കിലും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന രീതിയിൽ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ അതിന് അനുസരിച്ചുള്ളൊരു ജീവിതം, മീൻസ് വസ്ത്രധാരണത്തിലൊക്കെ കുറച്ച് മാറ്റം നമ്മുടേതായ ഒരു നിയന്ത്രണമാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. എന്ത് വിഷയമാണ് ശ്രീ ഗോപകുമാർ പഠിപ്പിക്കുന്നത്? വ്യാസ ഗോപകുമാർ. ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നെ പുരോഗമനമായ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയാണ്, അല്ലേ? കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നതോടുകൂടി കുട്ടിക്ക് ഒരു ലോകജാലകം തുറക്കുകയാണ്. അതിലൂടെ ഒരു വിദേശത്ത് നമ്മുടെ രാജ്യത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കാണാൻ, വേറൊരു തരം കോൺഷ്യസ്നസ് ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ ഇംഗ്ലീഷ് നമ്മളെ അമേരിക്കയോട് അടുപ്പിക്കുന്നു, ലണ്ടനോട് അടുപ്പിക്കുന്നു, മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇംഗ്ലീഷ് വളരെ ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു അന്താരാഷ്ട്ര ഭാഷ എന്ന നിലയിൽ ഒരു വിനിമയത്തിന് അത് വലിയ തോതിൽ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടേത് മാത്രമാണ് എന്ന് കരുതി നമുക്കൊരു ചെറിയ കിണറ്റിനകത്ത് ഇരിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. നമ്മളെല്ലാം ആഗോള പൗരന്മാരാക്കുന്നതിൽ നിർണായക ഘടകം വഹിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന നിലയിൽ അങ്ങ് പറയുന്നത് കുറെ കൂടി നിയന്ത്രണം വേണം എന്ന് തന്നെയാണ്, അല്ലേ? അതെ, കുറെ കൂടെ നിയന്ത്രണം. ഞാൻ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളൊരു സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു മാന്യമായ രീതിയും മാന്യമായ വസ്ത്രധാരണമൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ അനഘ മാവേലിക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നുണ്ട്. അപ്പോൾ അനഘ കുറേ ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. ഇന്ന് നമ്മുടെ മിനി ടീച്ചർക്കും മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് എനിക്കിപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അനഘ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. അനഘയ്ക്ക് ലോട്ടറി അടിച്ചു അല്ലേ? അപ്പോൾ 2 ഭാഗ്യവാന്മാരാണ്. 5000 രൂപ അച്ഛനടിച്ചു, മോക്ക് 2000 അടിച്ചു, അല്ലേ? അപ്പോൾ ഇത് ഭാഗ്യം നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ്. നമുക്ക് ഭാഗ്യം.
എന്നിട്ട് ആളുകൾക്കൊക്കെ മുട്ടായൊക്കെ കൊടുത്തോ അതോ രണ്ടുപേരും കൂടെ 7000 രൂപ അവരവരുടെ അക്കൗണ്ടിൽ മാറ്റി വെക്കുകയാണോ ചെയ്തതോ പരിസരവാസികൾക്കൊക്കെ ഒരു ട്രീറ്റ് ഒക്കെ നടത്തിയോ? ഇല്ല, ഞാൻ പൈസ അമ്മയ്ക്ക് കൊടുത്തു. എനിക്ക് അങ്ങനെ അത്ര ചെലവൊന്നും ഇല്ല. അതൊരു തന്ത്രമാണ്. ഈ അമ്മയ്ക്ക് കൊടുക്കാന്ന് വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ വാങ്ങിക്കാമല്ലോ, അങ്ങനെയല്ലേ? അതും ശരിയാകുന്ന വായിക്കാം. പണ്ട് തൊട്ട് നമുക്ക് ഈ വിഷുവിന് കൈനീട്ടൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും വഴക്കിടുമ്പോ എന്റെ കാശിങ്ങതാ, എന്റെ കാശിങ്ങതാ. അപ്പോ എല്ലാ ഇടക്കിടക്ക് 2000 പറഞ്ഞ് വാങ്ങിക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഡിമാൻഡ് ചെയ്യേണ്ട കാശിങ്ങതാ. അപ്പൊ ചിലപ്പോ ആ കാശൊക്കെ അങ്ങനെ എടുത്ത് പാലിന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അയ്യോ എന്റെ പെണ്ണ് വരുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് എടുത്ത് കാശ് കൊടുക്കും. അപ്പൊ അനഘയുടെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ റിട്ടയർഡ് ആണോ, എന്താണ്? ഹൗസ് വൈഫ് ആണോ? ആക്ച്വലി ഈ മിനി ടീച്ചർ എന്റെ അമ്മയാണ്. അമ്മ അവിടെ കാണുന്നുണ്ടോ? അപ്പൊ അമ്മയ്ക്ക് എന്റെ ആശംസകളൊക്കെ അറിയിക്കും. ഞങ്ങൾ രണ്ടും 2 ഐഡന്റിറ്റി ആയതുകൊണ്ടും രണ്ടുപേരും 2 ആശയങ്ങളുള്ള ആൾക്കാരായതുകൊണ്ടും രണ്ടുപേരും 2 ധ്രുവങ്ങളിലാണ്. അപ്പൊ എന്നും പോരാണോ? പോരല്ല. കാരണം രണ്ടുപേരും 2 ജനറേഷനിൽ പെട്ടാണേലും അമ്മയ്ക്ക് അമ്മ കുറച്ചും കൂടെ സോഷ്യലാണ്. അപ്പൊ നമുക്കും ഞാനും എന്റേതായ രീതിയിൽ നിൽക്കുന്നു. ഓഹോ. അപ്പൊ അമ്മയ്ക്ക് പക്ഷെ നിങ്ങൾക്ക് 2 പേർക്കും ലോട്ടറി അടിച്ചു എന്ന് അറിഞ്ഞപ്പോ ഒരു സന്തോഷം ഉണ്ടായി കാണും, പൈസ കൊടുത്തപ്പോ വാങ്ങി വെക്കുകയും ചെയ്തല്ലേ? ഇല്ല, അമ്മയ്ക്ക് എടുത്തതിന് അടിച്ചില്ല. അപ്പൊ അമ്മയ്ക്ക് സന്തോഷം കുറവായിരുന്നു. അപ്പൊ നിങ്ങൾ 3 പേരും ലോട്ടറി എടുത്തു, നിങ്ങൾക്ക് 2 പേർക്ക് അടിച്ചു അല്ലേ? പക്ഷെ 2 പേരുടെയും പൈസ അമ്മയ്ക്ക് കിട്ടുകയും ചെയ്തു. കിട്ടി. അപ്പൊ അമ്മയ്ക്കാണ് ലോട്ടറി അടിച്ചത്. ഓക്കെ. ശരിക്കും പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഓരോ ലോട്ടറി അടിച്ചു, അമ്മയ്ക്ക് 2 ലോട്ടറി അടിച്ചു. ഏതായാലും അപ്പൊ അവിടെ ആളുകൾക്കൊക്കെ ഒരു മിഠായൊക്കെ കൊടുത്ത ഒരു സന്തോഷമൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ. ഭാഗ്യം വരുമ്പോൾ നമ്മൾ മറ്റാളുകളെയും കൂടി ഉൾക്കൊള്ളണ്ടേ. അപ്പൊ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അനഘ, ഞാനിപ്പോൾ ഇങ്ങനെ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ്. ഈ ആളുകൾ ഇപ്പോൾ ചിലർ പറയുന്നത് സദാചാരവാദം, മോറൽ പോലീസിങ്, സ്ത്രീകളെ തുണിയുടുപ്പിക്കാൻ നടക്കൽ എന്നൊക്കെ ഇതിനെ പറയുന്നു. വേറൊരു വിഭാഗം ആളുകൾ ഇത് നമ്മുടെ ഒരു സാംസ്കാരിക അപജയമാണ്, ഇപ്പോൾ ഇങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളിലും ഐറ്റം ഡാൻസുകളിലും എല്ലാം കാണുന്നു. അപ്പോൾ കല്യാണി പ്രിയദർശിനിയൊക്കെ ആളുകളിങ്ങനെ ഉപദേശിക്കുകയാണ്. സായ് പല്ലവിയെപ്പോലെ കൃത്യമായ റോളുകൾ തിരഞ്ഞെടുത്ത് നല്ലൊരു ഇത് ചെയ്തുകൂടെ മോളെ, നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സൈബർ സഹോദരന്മാർ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൽ ആരാണ് ശരി? അനഘ ഇപ്പോൾ ഒരു പുതിയ തലമുറയുടെ ആളുമാണ്, എന്നാൽ പഴയ ആളുകളുടെ കാര്യം മനസ്സിലാക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ഇതിൽ ആരാണ് ശരി? ഇതിലാരാ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് എന്ന് പറഞ്ഞ ഇപ്പം അവനവന് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ധരിക്കണമെന്ന് പറയുന്നല്ലേ. അപ്പം ഈ ഒരു ഫിലിമില് ഒരു ഐറ്റം ഡാൻസ് വെക്കേണ്ട അടുത്തുകൊണ്ട് മോഹിനിയാട്ടം വെച്ചിട്ട് കാര്യമില്ല. ഒരു സിനിമയെ ഡിമാൻഡ് ചെയ്യുന്ന അതായിരിക്കണം. പിന്നെ ഈ ഡ്രസ്സിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവനവന്റെ ഇഷ്ടം. ഇപ്പൊ ഒരാൾക്ക് സ്ലീവ്ലെസ് ഇടാൻ അയാൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അയാൾ ഇടണം. മറ്റുള്ളവർ ചിന്തിക്കുന്ന എന്താണെന്ന് നോക്കേണ്ട ആവശ്യം അയാൾക്കില്ല. പിന്നെ ഒരാൾ സ്ലീവ്ലെസ് ഇടാൻ അയാൾക്ക് ഇപ്പൊ താല്പര്യമില്ല, അയാൾ ഇടണ്ട. അതുപോലെ തന്നെ ഇപ്പം ഈ മോറൽ പോളിസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം ഈ ഡ്രസ്സ് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് ഈ പൊടി കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ അതിനകത്ത് അതിന്റെ വിക്ടിമാകും. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. പിന്നെ ഈ ഡ്രസ്സിന്റെ കാര്യം, ഈ അവളുടെ രാവുകൾ പിന്നാരത്തുമ്പികളൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു കാലഘട്ടവും കൂടെ ആണല്ലോ. ഈ അന്നൊക്കെ ഇറങ്ങിയ പല സിനിമകളാണ്. ആ കാലഘട്ടത്തിൽപ്പെട്ട ആൾക്കാരും സൂപ്പർ ഹിറ്റ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, സിനിമ ഒരു ഷർട്ട് ഇട്ട് വരും. അതെ, അതെ. ആ കാലഘട്ടത്തിൽ ഇതേപോലെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുള്ള സമയമാണ്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ഒരു 70% കൂടി ഇന്നും എല്ലാരും കാണും അല്ലെ. അപ്പൊ ഓരോ സിനിമ ഓരോ ജോണറാണ്. ഇപ്പം സായി പല്ലവി ആ റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റോള് ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. അവര് സാരി ഇട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതായിരിക്കും ഇഷ്ടം. എന്ന് എഴുതി സാരി ഉടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാള് സാരി ഉടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇതെല്ലാം അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുക, നമ്മളിത് വേണമെങ്കിൽ ആസ്വദിക്കുക, അല്ലെങ്കിൽ മാറിയിരിക്കുക അല്ലേ? അതെ. നമുക്ക് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം സാർ, നമ്മളിപ്പോ ഞാൻ പഠിക്കുന്ന ടൈമില് നമ്മളൊരു സ്ലീവ്ലെസ് ഇട്ടോണ്ട് ഒരു ബസ്സിൽ കയറിയപ്പോഴും ആൾക്കാരുടെ വിചാരം നമ്മൾ തുണിയില്ലാതെ നടക്കുന്ന പോലെ, അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശരിയാണ്, നമ്മൾ ചില പബ്ലിക് പ്ലേസിൽ പോകുമ്പം നമുക്ക് ഓവർ എക്സ്പോഷർ വന്നാൽ നിങ്ങൾക്ക് തന്നെ ഓൾറെഡി ഒരു അൺകംഫർട്ടബിലിറ്റി നിങ്ങൾക്ക് തോന്നുവാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നം തീർന്നില്ലേ?
ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ ആ ബീച്ചിൽ ഒരു വസ്ത്രം ധരിക്കുന്നത്, ആ വസ്ത്രം കൊടുത്ത് നമുക്ക് ഒരു പക്ഷേ ജോലിക്ക് പോകാൻ കഴിയില്ല. അത് ആ വസ്ത്രമല്ല ജോലി ഡിമാൻഡ് ചെയ്യുന്നത്. ആ ജോലിക്ക് ചെയ്യുന്ന വസ്ത്രം ചേരുന്ന ഒരു വസ്ത്രമുണ്ടാവും, അവിടെ കംഫർട്ടബിളായി നമ്മളെ ജോലി ചെയ്യും. അപ്പോൾ ബീച്ചിൽ നമുക്ക് വേറൊരു വസ്ത്രമായിരിക്കും കുറേ കൂടെ കംഫർട്ടബിൾ അല്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ സാറേ, ബീച്ചിൽ ഇപ്പൊ പാവാട ഇട്ട് പോകാൻ കംഫർട്ടബിൾ ഉള്ളവർ ഇട്ടുകൊണ്ട് പൊക്കോ. അതേസമയം ബീച്ചിൽ പാവാട ഇട്ട് പോകുമ്പോ ഇല്ല എനിക്ക് ഇത് പൊങ്ങിപ്പോവും എന്ന് കംഫർട്ടബിൾ അല്ലാത്തവർ ഇതുണ്ടോ? അവനവനറിയാതെ അവനവന്റെ കംഫർട്ടബിൾ എന്താണ്. ഇപ്പൊ എനിക്ക് നല്ല ഡസ്റ്റ് അലർജി ഉള്ള ഒരാളാണ്, ഞാൻ കൊണ്ട് റോഡ് പണിയുടെ സൈഡിൽ പോയി എനിക്ക് തുമ്മൽ വരുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പൊ എനിക്ക് എന്താണോ കംഫർട്ടബിൾ, ഇപ്പൊ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ സാരി ഉടുത്തു പോകാൻ എനിക്ക് കംഫർട്ടബിൾ ഞാൻ ഇട്ടോണ്ട് പൊക്കോട്ടെ. തൊട്ടപ്പുറത്ത് സ്ലീവ്ലെസ് ഇട്ടൊരാൾ വന്നാൽ ഇപ്പൊ അവർക്ക് അതായിരിക്കും കംഫർട്ടബിൾ. ഇപ്പം ഓരോരുത്തർക്ക് അവനവന്റേതായ പെർസ്പെക്റ്റീവ്, അവനവന്റേതായ നമ്മളുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഒരു സർക്കിൾ ഉണ്ട്, അതിൽ തന്നെ അവർ നിൽക്കട്ടെ. നമ്മളിപ്പം വേറൊരാൾ മുണ്ടി ഷർട്ടിട്ടോണ്ട് പോവാ, ഞാൻ പോയിട്ട് പറയാം നിങ്ങൾ ആൾക്കൊത്ത് മുണ്ടി ഷർട്ടിട്ടുണ്ട ഫാനി ഷർട്ടിട്ടാ മതി എന്നല്ല അയാൾ അത് കേൾക്കുള്ളൂ. അയാൾക്ക് ഇഷ്ടമുള്ളത് അയാൾ ഏറ്റുള്ളൂ. അതുപോലെ ഉള്ളൂ. നമുക്ക് മാക്സിമം നമ്മുടെ കാര്യം നോക്കി നടക്കുമ്പോൾ അല്ല, നമ്മുടെ കാര്യത്തിലോട്ട് ആരെയും നമ്മൾ ഇടപെടാൻ സമ്മതിക്കാത്ത ആൾക്കാര് മാക്സിമം മറ്റുള്ളവരെ ചൊറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഓക്കെ, നിങ്ങൾ പറഞ്ഞതല്ലേ നാളെ തൊട്ട് ഞാൻ പാന്റ് ഷർട്ട് ഇടാം, ഓക്കെ പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഞാനും നാളെ ഒരു വട്ടം ചുരിദാർ ഇടാം, സിമ്പിൾ. വ്യക്തമാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ലോട്ടറി അടിച്ചതിന് സന്തോഷത്തിലാണ് അനഘ. അപ്പോൾ അമ്മയോട് എൻ്റെ ആശംസകളൊക്കെ അറിയിക്കണം. അപ്പോൾ പക്ഷെ വഴക്കൊക്കെ അമ്മമാരോടൊക്കെ കൂടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാനും ഇടയ്ക്ക് എൻ്റെ അമ്മയോട് വഴക്കിടും. അത് വഴക്കല്ല, നമ്മൾ ഈ ചെറിയ ചെറിയ പരിഭവങ്ങളുണ്ടല്ലോ, ചെറിയ നമ്മളൊരു ഇതുണ്ടല്ലോ, നോക്ക് ജോക്ക് എന്നൊക്കെ പറയുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നുമില്ല, അങ്ങനെ വഴക്കൊന്നുമില്ല. ശരി. അപ്പോൾ ഏതായാലും സന്തോഷം. അമ്മയെ എൻ്റെ ആശംസകളൊക്കെ അറിയിക്കണം. അപ്പോൾ അച്ഛനെയും അറിയിക്കണം. 5000 രൂപ ലോട്ടറി അടിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്, അനഘയും ഭാഗ്യം. അപ്പോൾ ഭാഗ്യവാന്മാരൊക്കെയാണ് നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ നന്ദി. അപ്പോൾ മൊയ്തീൻ കുട്ടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ മിനി ടീച്ചർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. PCR ഒന്ന് നോക്കാമോ? മിനി ടീച്ചർ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷകയാണ്. അവർ പല മാസങ്ങളായി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഈ അഭിപ്രായം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ചേരുന്നു, ഇന്ദ്ര എന്നോടൊപ്പം ചേരുന്നു. എൻ്റെ അഭിപ്രായം തുണിയേ വേണ്ട, പ്രസവിക്കുമ്പോഴേ പരിശീലിപ്പിക്കണം, കുട്ടി ഉടുപ്പ് നിരോധിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ. വസ്ത്രധാരണത്തിൽ അല്പം മാന്യതയൊക്കെ എല്ലാ ഫീൽഡിലും ആകാമെന്ന് സുനിൽകുമാർ പറയുന്നു. കൃഷ്ണൻകുട്ടി പറയുന്നു സർക്കസിൽ കണ്ടിട്ടില്ലേ ഇവരൊക്കെ ഗോവയിൽ ഹവാ ബീച്ചിൽ പോയിട്ടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പ്രമോദ് പറയുന്ന ആദ്യം MLA-മാരെ ഉപദേശിക്കുക, അവർ നേർവഴിക്ക് നടക്കട്ടെ. രവിവർമ്മ ചിത്രത്തിൽ എന്ന ഗാനം കേട്ടിട്ടുണ്ടോ, അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയാമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നത് അമ്പല ചുമരുകളിൽ നോക്കൂ പറയുന്നു. ജയകുമാർ പറയുന്നത് MLA പറഞ്ഞതുകൊണ്ടാണ് സ്ത്രീകൾ, ബാക്കി എനിക്ക് കാണാൻ കഴിയുന്നില്ല. ശ്രീ ജയകുമാർ സ്ത്രീകൾ തുണിയെടുത്ത് വരുന്നത് ഇവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജനങ്ങൾ അറിയണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്ന രാജഗോപാൽ. ശ്രീ രാജഗോപാൽ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജഗോപാൽ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ശ്രീ രാജഗോപാലിന് എന്ത് തോന്നുന്നു? അത് നമ്മുടെ പണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ട്, അതായത് വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ. വീട്ടില് മകന്റെ കഞ്ചാവ് കേസും ഇതൊക്കെ ഉള്ള പാർട്ടിയാണ് പൊതുവേദി വന്നേച്ച് മോഹൻലാലിനെ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ഉൾപ്പെടെ ആദരിച്ചു. മോഹൻലാലിന്റെ അവന് കേസിലൊന്നും പ്രതിയല്ലല്ലോ, അതൊക്കെ അതൊക്കെ സാറ് സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ എന്തുവാ. ആദ്യം 1-ാം പ്രതിയായിരുന്നു, പിന്നെ ലാസ്റ്റ് 7-ാം പ്രതിയായ അതിന്റെ ഉദ്യോഗസ്ഥനെ ഇവിടുന്ന് സ്ഥലം മാറ്റി. ഇതൊക്കെ നമ്മൾ പരിഹാരം കഴിക്കുന്നതല്ലേ, നമുക്കറിയത്തില്ല. മോഹൻലാലിന്റെ 7-ാമത്തെ സീസൺ ആയപ്പോഴാണ് ഇവർക്ക് ഒളിഞ്ഞോട്ടമാണെന്ന് കണ്ടത്. അദ്ദേഹത്തിന് ഈയിടെയും കൂടി മുഖ്യമന്ത്രി വിളിച്ച് ആദരിച്ചോളൂ, ദാദാ സാഹിബ് അവാർഡ്. ഇങ്ങനെയൊക്കെ പൊതുവെ വസ്ത്രധാരണമൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം. ഇപ്പൊ ഫിലിം ഫീൽഡിൽ ഉള്ളവർ, ഇപ്പൊ നേരത്തെ അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ കണക്ക് ഓരോ റോൾ അനുസരിച്ച് അവർക്ക് ഡ്രസ്സ് മാറേണ്ടി വരും. ചില ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അതായിരുന്നു പറഞ്ഞാൽ അവരങ്ങനെ വരും. അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ സാർ, ശരി. അപ്പോൾ വ്യക്തമാണ്, നമ്മുടെ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് കരുതി ഒരാൾ തുണിയില്ലാതെ നടന്നാൽ അത് അയാളുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. AK കൃഷ്ണൻകുട്ടി പറയുന്ന അമ്പലച്ചുമരുകളിൽ നോക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഓക്കെ. അപ്പോൾ സുബൈർ തൃശ്ശൂരിൽ നിന്ന്. സുബൈർ, നമസ്കാരം. നമസ്കാരം. സുബൈറിനോട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. നേതാവിന് മർദ്ദനമൊക്കെ ഏറ്റു. ഫോൺ എടുക്കുന്നില്ല.
ഫോൺ എടുക്കുന്നില്ല. സ്റ്റാഫിനൊക്കെ അടിച്ചു വീഴ്ത്തി കിടക്കല്ലോ അവിടെ. അത് എനിക്ക് തോന്നുന്നു ലൈൻ എൻഗേജ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരാൾ റിംഗ് ചെയ്യുന്നുണ്ട് എങ്ങപ്പോയില്ല റിങ്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സംവിധാനം വ്യത്യസ്തമാണ്. റിങ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് എടുത്തിട്ട് ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. അങ്ങനെ 3-4 നമ്പർ കണക്ട് ചെയ്യാനുള്ള സംവിധാനം അങ്ങനെ 4 പ്രാവശ്യം റിംഗ് ചെയ്ത്, പക്ഷേ 5-ാമത്തെ കിട്ടിയത്. എന്താണ് സംഭവം നോക്കാം. മനു സാറിനെ ഒന്ന് സംസാരിക്കാന്നുള്ള ലെവലിലാണ് വിളിക്കുന്നത്. അത് ശരി. അതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. എന്നെ ആരെങ്കിലും ഒന്ന് ചെറുതായി പുകഴ്ത്തി ഞാൻ അപ്പം തന്നെ വീട് പോകും. അല്ല, പുകഴ്ത്തല്ല, വെച്ചിട്ട് പറഞ്ഞാണ്. അത് എന്നെ ചീത്ത വിളിക്കാനാണോ? അയ്യോ, അങ്ങനെ ശരി. അപ്പോൾ ശ്രീ സുബൈർ, ഈ ഇങ്ങനെ ഇപ്പോൾ സിനിമകളിലൊക്കെ ഇങ്ങനെ നിയന്ത്രണം വേണം എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നു. ഇപ്പോൾ ലോകം പക്ഷെ വേറൊരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി മാത്രം കുറച്ച് വേറൊരു ഡൈവേർട്ടഡ് വഴിയാണോ, അതോ ഇത് വേണ്ടതാണോ? സുബൈർ. ഹലോ. പറയൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സിനിമകളിലെ ഈ വസ്ത്രധാരണം, അതുപോലെ നടൻ നടിമാർ ഒക്കെ ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ആശങ്കപ്പെടുന്നത്? ഇല്ല, അതിലെന്തായാലും ഒരു വസ്ത്രധാരണം എന്തായാലും കുറച്ച് സ്ട്രിക്റ്റ് ആക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം നാളത്തെ ജനറേഷൻ ഇപ്പൊ ഇങ്ങനെ തന്നെയാണല്ലോ വരിക കണ്ടിട്ട്. ഇതൊക്കെ ഇപ്പൊ ഒരു പോപ്പുലർ ഡ്രസ് അല്ലേ? ഇതില് അത്ര നമ്മുടെ നിയമം ലംഘിക്കുന്ന പോപ്പുലർ ആയിക്കോട്ടെ, അവര് അത്യാവശ്യം കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മറച്ചു വെക്കട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ പ്രസന്നൻ കൂടി അപ്പോൾ വളരെ കൃത്യമാണ്. ഏതായാലും ദീർഘനാൾക്ക് ശേഷം ശ്രീ ഇദ്ദേഹമായിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പോൾ പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്ന മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഈ വിഷയം? ഇത് ഒരു പാട്ട് ഹിറ്റാവുകയാണ്. ആ ഹിറ്റായ പാട്ടിൽ 2 പേർ അഭിനയിക്കുന്നുണ്ട്. അതിൽ ഒരാളെ കുറിച്ച് ആർക്കും പരാതിയില്ല. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയതാരത്തെക്കുറിച്ചാണ് കൂടുതൽ പരാതി. അതെന്തുകൊണ്ടാണ്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പൊതുവായിട്ട് 3 പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ പൊതുവെയുള്ള ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വസ്ത്രധാരണം നമ്മുടെ സമൂഹത്തിനെ മൊത്തമായിട്ട് ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ക്രിക്കറ്റിന് ടോസ് ഇടുന്ന സമയത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കുക, പുരുഷന്മാരുടെ വസ്ത്രധാരണം നോക്കുക. അത് ഇപ്പൊ എന്റെ ഭാര്യയൊക്കെ ചോദിക്കാറുണ്ട്, ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഈ ആണുങ്ങളുടെ കൂട്ടി വസ്ത്രധാരണം നടത്തിയാൽ ചോദിക്കാറുണ്ട്. അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യമാണ്, ഈ വസ്ത്രധാരണത്തില് ഇപ്പൊ ഗൾഫിലൊക്കെ എന്തിനാ ഈ പർദ്ദ ധരിക്കുന്ന സ്ത്രീകള്, അതായത് കണ്ണിന് മീതെ കൂടെ ഉള്ള മറച്ചു ധരിക്കുന്നവരുണ്ട് അപൂർവമായിട്ട്. അവര് ഈ കണ്ണിന്റെ ഭാഗം ചില സമയത്ത് മാറ്റും. അപ്പൊ നമുക്ക് അത് ഒരു ഹൃദ്യമായിട്ട് തോന്നും. പിന്നെ 3ാമത്തെ കാര്യം ഒരു ചെറിയ തമാശയാണ്. ഞാനും എന്റെ മോന്റെ കൊച്ചും കൂടി അമ്പലത്തിൽ പോയി. മോൻ വിദേശത്താണ്, അവന് മലയാളം ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ മോന്റെ കൊച്ചും ഞാനും അമ്പലത്തിൽ ചെന്ന് ഫ്രണ്ടിൽ നിന്ന് ഷർട്ട് ഊരുന്ന കാര്യം പറഞ്ഞു. അപ്പൊ മോൻ ഷർട്ട് ഊരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 ലേഡീസ് അങ്ങോട്ട് അമ്പലത്തിലേക്ക് വീണ്. അപ്പൊ മോൻ 7 വയസ്സായ കുട്ടിയാണ്. അവൻ എന്താ ചോദിക്കുക, അപ്പൊ എന്നോട് ചോദിക്കണേ, അതെന്താ ആ ലേഡീസ് ഷർട്ട് മാറ്റാത്തെന്ന് ചോദിക്കണേ. അപ്പൊ ഈ വസ്ത്രധാരണത്തില് എന്താ പറയാ, നമ്മള് ഒരു സമൂഹത്തിൽ ഒരു ഈ അവസരോചിതമായിട്ട് സാഹചര്യങ്ങളനുസരിച്ച് വസ്ത്രം ധരിക്കാന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ എല്ലാവരും പാലിക്കേണ്ട ഒരു നിയമമാണ്. സർക്കസിൽ ചെയ്യുന്ന ഒരു സർക്കസിന് അവർക്ക് പ്രത്യേക വസ്ത്രം വേണം, അത് അവരുടെ തൊഴിലിന്റെ ഭാഗമാണ്. മറ്റുള്ളവരെല്ലാവരും മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നതാണ് കൂടുതൽ ഭംഗി. അതാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പൊ ശ്രീ ദാസൻ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ദാസൻ, ഈ പാട്ടൊക്കെ കാണുമ്പോൾ ഇതിൽ മലയാളി നടിയെ മാത്രം, അല്ലെങ്കിൽ മലയാളികൾക്ക് അറിയാവുന്ന ഒരാളെ മാത്രം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ അത് മോശമായി പോയി എന്ന് ഉപദേശിക്കുകയും മറ്റേ ആൾക്കതാകാം എന്ന് പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മനു, നമ്മൾ മനസ്സിലാക്കട്ടെ, ഇപ്പൊ നമ്മളെ യൂറോപ്പ് രാജ്യത്തൊക്കെ ഈ ഷട്ടിയും ബ്രേസ്ലെറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, അവർ ബീച്ചിലാണ് അത് ചെയ്യുന്നത്. അല്ല, ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്റെ മോള് ഇട്ടുവരുന്ന വസ്ത്രം എന്റെ കണ്ണ് കാണാൻ എനിക്ക് പറ്റണം. അങ്ങനെ ആ രീതിക്കുള്ള വസ്ത്രം ധരിക്കണം. ഇങ്ങനെ സ്വന്തം അച്ഛന്റെ മുമ്പിൽ ഒരു മോള് വസ്ത്രം ഇട്ട് വരുമ്പോൾ അച്ഛനൊരു അലോസരപ്പ ഉണ്ടാക്കുന്ന രീതിക്കുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് അടിച്ചെടുക്കേണ്ട കാര്യമില്ല, ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പക്ഷെ ഞാൻ ഈ ചുംബന സമയത്തൊക്കെ അങ്ങേയറ്റം എതിർത്ത ആളാണ്. ഇപ്പൊ നമ്മൾ അനുകൂലിങ്ങളെ മാധ്യമപ്രവർത്തകരെ കൂടെ പല ആൾക്കാരും ഇതിനെ അനുകൂലിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങേയറ്റം എതിർത്താണ് ചുംബന സമയത്തില്ല. കാരണം ഇതൊന്നും എന്തിനാ നമ്മൾ ഇങ്ങനെ കുറച്ചൊക്കെ മാന്യത നിൽക്കട്ടെ എന്ന്. നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് കാലം മാറുന്നതനുസരിച്ച് നമുക്ക് കോലം മാറിക്കോട്ടെ. ഇപ്പം കുറച്ചു കാലം എങ്ങനെ പോട്ടെ നല്ലതായിട്ട്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ശ്രീകുമാർ എൻ്റെ ഒപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എന്തോ ഇംഗ്ലീഷിൽ ഇങ്ങനെ മലയാളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, ശ്രീമതി ഉഷ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നല്ലേ? അതെ. ശ്രീമതി ഉഷ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നതാണ്? അധ്യാപികയാണോ? അല്ലല്ല, ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മ. അപ്പോൾ ശ്രീമതി ഉഷ, ഇപ്പോൾ 2 നായികമാർ
ഒരു ചിത്രത്തിൽ ഒരു ഡാൻസ് കളിക്കുന്നു. ഒരാൾ കൃതി ഷെട്ടിയാണ്, ഒരാൾ നമ്മുടെ കല്യാണി ആണ്. അപ്പോൾ കല്യാണിക്കാണ് ഈ ഉപദേശമൊക്കെ കിട്ടുന്നത്, ഇങ്ങനെ ചെയ്തുകൂടാതെ മറ്റവർക്കത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? മലയാളികളുടെ ഒരു പ്രശ്നം എന്താണ്? ഇന്ന് രണ്ടുപേരെയും വിമർശിക്കുന്നില്ല, ഒരാളെ വിമർശിക്കുന്നു. നമ്മളെ മലയാളികൾ ഇങ്ങനെ ചെയ്തുകൂടാ എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്, അതോ ഇത് ശരിയല്ലെന്നാണോ? മലയാളികൾക്ക് നമ്മുടെ വേൾഡിൽ വെച്ച് മലയാളികൾക്ക് കുറച്ച് സംസ്കാരമുണ്ട്, അതാണ് ഞാൻ കരുതുന്നത്. സാംസ്കാരികപരമായിട്ട് ഉയർന്ന ഒരു ജനതയാണ് മലയാളികള്. അപ്പോൾ അവർ കുറച്ച് സംസ്കാരത്തെ പെരുമാറുക. പൊതുവേദിയിൽ വരുന്ന ഈ ഇവരെ സെലിബ്രിറ്റീസ് മാതൃകയാകണം. ഒരു ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു നടി, അവരെ നമ്മൾ അങ്ങനെ മാതൃകയായി ഉള്ള വസ്ത്രം ധരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മാതൃക ആര് നിശ്ചയിക്കും? മാതൃക നിശ്ചയിക്കേണ്ടത് അവര് തന്നെ നിശ്ചയിക്കണം. നമ്മുടെ മലയാളി സമൂഹം എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നമ്മുടെ സംസ്കാരം, ഉയർന്ന സംസ്കാരം, വിദ്യാഭ്യാസം, കോമൺ സെൻസ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലാണ് എല്ലാരേക്കാളും. അപ്പൊ ഇതിപ്പോ അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചു വരുന്നതുകൊണ്ട് അത് സമൂഹത്തിൽ ഇഷ്ടമുള്ള വസ്ത്രം അങ്ങനെ ധരിക്കാനുള്ള നിയമമൊന്നുമില്ല. അങ്ങനെ നമ്മളിത് വിദേശ രാജ്യമല്ല, നമ്മൾ വിക്ടോറിയൻ ഏജ് ഇംഗ്ലണ്ടിലൊക്കെ ഭയങ്കരമായ വിക്ടോറിയൻ മൊറാലിറ്റി ഉണ്ടായിരുന്നാണ്. അവിടെ സ്ത്രീകൾ പോരാടി അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തതാണ്. അങ്ങനെ സ്ത്രീകൾ പോരാടാൻ പിന്നെ തുണിയില്ലാതെ നടന്നാ പോരെ? നാട്ടിലൊരു നിയമമുണ്ടല്ലോ, അവരതനുസരിച്ചാ പോരെ? എല്ലാ ചേട്ടന്മാരെയും ചേട്ടച്ചന്മാരെയും അവർ ബോധ്യപ്പെടുത്തണോ? അപ്പൊ നമ്മളെല്ലാരും, നമ്മുടെ മക്കളും നമ്മളും എല്ലാരും ഇങ്ങനെ അങ്ങ് നൂറ്റാണ്ടുകൾക്കല്ല പുറകോട്ട് പോണമെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ സമൂഹം. പണ്ടായിരുന്നു ഇങ്ങനെ മാറുമറയ്ക്കാതെ ഒക്കെ നടന്നത്. ഇപ്പൊ നമ്മൾ മാറുമറയ്ക്കാൻ വേണ്ടിയാ നമ്മൾ നോക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 90 വയസ്സുള്ള അമ്മൂമ്മമാരൊക്കെ പണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നിൽക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? അല്ല, പക്ഷെ ഇവര് ഇങ്ങനെ നിയമലംഘനമൊന്നും നടത്തുന്നില്ല. നിയമം അനുശാസിക്കുന്ന വസ്ത്രധാരണമൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവര് വരുന്നിടത്ത് ഇങ്ങനെ ചെറുപ്പക്കാർ തടിച്ചു കൂടുന്നത്? എന്തിനാ? അതിപ്പോ മമ്മൂട്ടി വന്നാൽ, മോഹൻലാൽ വന്നാലൊക്കെ നമ്മൾ ആരാധനയോടെ കൂടി കാണാൻ പോവുകയാണല്ലോ. അപ്പം മമ്മൂട്ടിയുടെ വസ്ത്രം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കല മികവ്. ഈ മോഹൻലാൽ വരുമ്പോൾ നമ്മൾ ആളുകൾ തടിച്ചു കൂടുന്നത്, അദ്ദേഹം ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആളാണ്, വലിയ അഭിനേതാവാണ്, നമുക്ക് ഇഷ്ടമാണ്, എത്രയോ കഥാപാത്രങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നു. അങ്ങനെ ആളുകൾ ഒരു താരത്തെ കാണാൻ പോകൂലേ? ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ, സച്ചിൻ തെണ്ടുൽക്കർ വരുന്നു, ഇപ്പോൾ മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പോകൂലേ? 1 കോടി രൂപ വരെ ടിക്കറ്റിന് കൊടുക്കാൻ തയ്യാറായിട്ട് ആളുകൾ നിൽക്കുകയാണ്. സാറേ, എല്ലാത്തിനെയും ഒരേ തുലാസിൽ തൂക്കരുത്. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അപ്പൊ എന്തായാലും ഈ രീതി ശരിയല്ല എന്നാണ് ശ്രീമതി ഉഷ പറയുന്നത്. ഞാൻ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. MLA പറഞ്ഞതിനോട് 101% ഞാൻ യോജിക്കുന്നു. ശ്രീമതി ഉഷ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. കമ്മ്യൂണിസ്റ്റുകളും മനുഷ്യരാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല ജനിച്ചത്, ഞാനൊരു മനുഷ്യനായിട്ടാണ് ജനിച്ചത്. മനുഷ്യനായിട്ട് തന്നെ ജീവിക്കുന്നു. പിന്നെ എനിക്ക് സമൂഹത്തിൽ ചില ആചാര മര്യാദകളും, നമുക്ക് ചില കൾച്ചറുണ്ട്. നമ്മൾ മലയാളികളാണ്, നമ്മൾ കോമൺ സെൻസ് കൂടിയവരാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ യാതൊരു കോമൺ സെൻസും ഇല്ലാത്ത ആളുകളാണ് വടക്കേ ഇന്ത്യയിലോട്ട് ചെന്ന. അറിയാവോ? ഞാൻ ആ വാദത്തോട് ഒട്ടും യോജിക്കുന്നില്ല കേട്ടോ. കോമൺ സെൻസ് നമ്മളെ പോലെ തന്നെ എല്ലാ നാട്ടിലും അങ്ങനെയല്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു തെറ്റാണ്. എല്ലാ നാട്ടിലും കോമൺ സെൻസ് ഉള്ള ആളുകളുണ്ട്, എല്ലാ നാട്ടിലും നല്ല മനുഷ്യരുണ്ട്, എല്ലാ നാട്ടിലും നമ്മളെക്കാൾ അറിവുള്ളവരും നമ്മളെപ്പോലെ അറിവുള്ളവരും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലും കോമൺ സെൻസ് ഇല്ലാത്തവരും മണ്ടത്തരം കാണിക്കുന്നവരും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരും ഉണ്ട്. എല്ലാ നാട്ടിലും അതീവ ഓർത്തഡോക്സായി ജീവിക്കുന്നവരുണ്ട്, വളരെ തുറന്ന് പുതിയ രീതികളിലേക്ക് മാറുന്നവരുമുണ്ട്. അപ്പൊ നാടിന്റെ ഒരു പ്രശ്നമല്ല. നമ്മൾ എന്തോ ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ നാട് എന്ന് പറഞ്ഞാൽ എന്തോ ലോകത്തെ മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു നാടല്ല. നമ്മുടേതും ആ ലോക ജാലകത്തിലൂടെ നമ്മൾ നോക്കിക്കണ്ട് എല്ലാ കാലഘട്ടത്തിലും മാറാനും സ്വയം നവീകരിക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്നൊരു നാടാണ്. ഏതായാലും അങ്ങ് ശ്രീമതി ഉഷയുടെ പ്രതികരണമൊക്കെ എനിക്ക് വ്യക്തമായി, അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാനതിനെ എതിർത്തല്ല. ശ്രീമതി ഉഷയ്ക്ക് അങ്ങനെ ചിന്തിക്കാനും. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിച്ചാൽ മതിയല്ലോ. സമൂഹം അങ്ങനെ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ. ശരി, ഓക്കെ.
അപ്പോൾ പ്രവീൺ കുമാർ എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. പ്രവീൺ, ശ്രീ പ്രവീൺ കുമാറിന് ഈ നൃത്തരംഗങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും അപാകത തോന്നിയോ? സാറേ, ഇത് കപട സദാചാരല്ലേ? സണ്ണി ലിയോൺ വരുമ്പോ എത്ര ആൾക്കാർ തിരുവനന്തപുരത്ത് കാണുന്നു? ഇതൊക്കെ വെറും ഇതല്ലേ? അത് പബ്ലിസിറ്റി, അത് ഒരു ഫിലിം എന്തോ ഇല്ല സാറേ, അപാകതയൊന്നും ഇല്ല. അത് ആ സിനിമയ്ക്ക് അനുയോജ്യമായ വേഷം അവർ ചെയ്തു എന്നല്ലേ ഉള്ളൂ. ആ കഥാപാത്രത്തിന് യോജിക്കുന്ന ഡ്രസ് അവർ ഇട്ടു എന്നുള്ള കുഴപ്പം എന്താണ്? അപ്പൊ അതിൽ ഒന്നും ആശങ്കപ്പെടാനൊന്നുമില്ല. നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി സിനിമ കാണുക, അല്ലെങ്കിൽ ഉണ്ടാതെ പോവുക. തീർച്ചയായിട്ടും അവരൊരു സെലിബ്രിറ്റി അല്ലേ, അവരാ സിനിമയ്ക്ക് അനുയോജ്യമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ടെന്ന് കുഴപ്പം എത്രയോ ആൾക്കാർ. അപ്പൊ ഈ യു പ്രതിഭ ഇങ്ങനെ നടിമാർ തുണി ഉടുക്കാൻ പറയണം എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോ ഞാനിപ്പോ മുൻപ് ഒരു പ്രേക്ഷകൻ വിളിച്ച കേസിൽ പറഞ്ഞില്ല, അവരുടെ മകൾ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ട് അത് ഒതുക്കി തീർത്തു. ആ ഉദ്യോഗസ്ഥനെ അവർ ആ സ്ഥാനത്ത് നിന്ന് വേറെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല. അതൊക്കെ സ്വാഭാവികമാണ്. ശശിധരൻ എന്നോടൊപ്പം ചേരുന്നു വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ വയലാർ, നമസ്കാരം. യെസ്, നമസ്കാരം. അപ്പൊ ഇത് ഒരു വളരെ ഹോട്ട് ടോപ്പിക്. മനുവിനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല. അത് ശരിയാണ്, ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല അല്ലേ? എനിക്കൊരു അവധിയൊക്കെ വേണ്ടേ? ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ ചിലക്ക് അവധിയൊക്കെ വേണ്ടേ? മനുവിനിപ്പോ ലീവ് കാരണം പിന്നെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സിനിമയിൽ മോഹൻലാല് പറയുന്ന പോലെ നമുക്ക് ജോലി കിട്ടിയിട്ട് വേണം സുഖമായി ലീവ് എടുത്ത് വിശ്രമിക്കാൻ എന്ന് പറയുന്ന പോലെയാണ്. മനുവിനൊരു ലീവ് കിട്ടാഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട്. ഈ വിഷയത്തിലേക്ക് വരുമ്പോഴേ, പണ്ട് കാലത്ത് നമ്മള് എന്റെയൊക്കെ കുഞ്ഞുകാലങ്ങളിൽ കേട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടിട്ട് പോലും ഇല്ല, ഈ മാറ് മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത കാലം. അത് വളരെ വളരെ മുമ്പാണ്. അതെ, ഇപ്പം തിരിച്ചുള്ള ആവശ്യത്തിന് വേണ്ടിയാ സമരം ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സാധനം തുറക്കാൻ പേടിയാണ്. കാരണം എന്താ പറഞ്ഞാൽ ഒരു കാരണവും ഇല്ലാതെ വിവസ്ത്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഘോഷയാത്രയായിട്ട്. കാരണം ഇത് നമ്മുടെ പിള്ളേരെ ഫോണെടുത്താൽ പിടിച്ചു പറിച്ച് മേടിക്കേണ്ട അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ്. കാരണം അതിന്റെ അടിയിലുള്ള കമന്റുകൾ അതിലും ഒരു കർണകടോരം എന്ന് പറഞ്ഞ പോലെ കാണാനും കേൾക്കാനും കൊള്ളാത്തതാണ്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം പറയുമ്പോഴത്തേക്കും, ഈ നയനാനാം ദർശനം സുഖം എന്നും പറഞ്ഞാണ് ഈ നടക്കുന്നത്, അല്ലാണ്ട് താരാരാധന കൊണ്ടൊന്നും അല്ല. കാരണം മമ്മൂട്ടിയെ പ്രേക്ഷകരിലാണ്. നമുക്കൊരു ദിവസം കുറെ കൂടെ വിശദമായി സംസാരിക്കാം. നമ്മുടെ ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ്, ഇത് ഈ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നെല്ലാവരും പറയുന്നു. ഒരു ഓഫീസിന് അതിൻ്റെതായ മാന്യമായ വസ്ത്രത്തിൻ്റെ ഒരു കോഡുണ്ട്. ഇപ്പോൾ ഒരു ജോലിക്ക് ഒരു കോടതിയിൽ പോകുമ്പോൾ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷക ധരിക്കേണ്ട വസ്ത്രം ഇന്നതാണെന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലാണ് അവർ ജോലി ചെയ്യുന്നതെങ്കിൽ അതിനൊരു കോഡുണ്ട്. പൊതുവിടങ്ങളിൽ ഒരു കോഡ് അങ്ങനെ ഇല്ല. അത് ആളുകൾ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ്. ചില ആളുകൾക്ക് അവർ അങ്ങേയറ്റത്തെ ജാഗ്രത അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ മൂടി കൈയും മുഖവും ഒക്കെ മൂടുന്നവരുണ്ട്. ചിലർ അവർക്ക് ഇഷ്ടമുള്ള അത്ര നിയമം അനുശാസിക്കുന്ന അത്ര മാത്രം മൂടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ പൊതു ഇടങ്ങളിൽ വരുമ്പോൾ ഇത് നമുക്ക് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ? ഉദ്ഘാടന ചടങ്ങുകളിൽ നമ്മൾ ഒരാളെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ഇത്രയും വസ്ത്രം ധരിച്ച് ഇത്ര ഭാഗം കവർ ചെയ്ത് വരണം എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയുമോ? ശ്രീ റഷീദ്. യു പ്രതിഭ MLA പറഞ്ഞത് സ്ത്രീകളുടെ ഇപ്പോഴത്തെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു അശ്ലീലമായി അവർക്ക് തോന്നുന്നുണ്ട്. അവരുടെ ആ പക്ഷത്ത് തന്നെയാണ് ഞാനും ഉള്ളത്. നേരത്തെ ഉഷച്ചേച്ചി നേരത്തെ സഹോദരി പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു സംസ്കാരമുണ്ട് കേരളത്തിൽ. ആ സംസ്കാരത്തിന് ഇപ്പം കണ്ടില്ലേ, മനു എത്ര ഭംഗിയായിട്ടാണ് വസ്ത്രധാരണം നടത്തിയിരിക്കുന്നത്. ഞാനെല്ലാം ഒരു ഷർട്ട് ഇടല്ലോ, മനു ഇപ്പൊ ഇതിൽ ക്യാമറയിൽ വരുന്നത് കൊണ്ടാണ് ഒരു കോട്ട് കൂടി ധരിക്കുന്നത്. എന്തുകൊണ്ടാ? സുന്ദരനാകാൻ വേണ്ടിയും നമ്മൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി. അതല്ല, അത് ഞാനിപ്പോ ശ്രീ റഷീദ്, അതെന്താ അതിന്റെ കാര്യം അതല്ല. എന്താന്ന് വെച്ചാല് ഞാൻ ഈ കോട്ട് ധരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് എനിക്ക് കുറച്ച് കുടവയറുണ്ട്. ഇത് ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങയോട് രഹസ്യമായിട്ട് പറയണം. അപ്പൊ ആ കുടവയർ മറക്കുക എന്നുള്ള ഒരു തന്ത്രമാണ്. അതിനൊരു ഭംഗിയില്ലേ, എത്ര സുന്ദരനാണിപ്പോ, എത്ര മനോഹരമാണ് കാണാനൊക്കെ. ഞാൻ പറയുന്നത് കുടവയറുള്ള എനിക്ക് ഇതൊക്കെ മറക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നല്ല 6 പാക്ക് ഉള്ള ആളുകൾക്കാണെങ്കിൽ അത്ര പ്രയാസമില്ല, അവർക്കൊരു ഷർട്ട് മാത്രം ഇട്ടാൽ മതിയാവും. അതെ, പാശ്ചാത്യ രാജ്യങ്ങളിലെ ഈ അല്പവസ്ത്രധാരണം കൊണ്ട് തന്തയില്ലാത്ത കുഞ്ഞുങ്ങളാണ് ഒട്ടുമുക്കയും. എന്തുകൊണ്ടാണ്? സ്ത്രീകളുടേതായ ഒരു വേഷവിധാനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ശ്രീ റഷീദ്, എവിടെയൊക്കെ എങ്ങനെ കുട്ടികൾക്ക് അച്ഛനില്ലാതെ ഒന്നാമത് ഒരു കുട്ടി ഉണ്ടാകില്ല. അതെന്തുകൊണ്ട് ഉണ്ടായിരുന്നു? ആ ഒരു ഇതിലേക്ക് ആ സമൂഹം എന്തുകൊണ്ട് പെടുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം ഡിവോഴ്സിലേക്കൊക്കെ പോയിട്ടുണ്ടോ? കല്യാണം കഴിക്കുന്ന ഈ ഒരു വസ്തുത നല്ല ആകർഷണം, ഒരു സ്ത്രീകളുടെ ഒരു ആകർഷണം ഉണ്ടല്ലോ പുരുഷന്, ഉറപ്പല്ലേ?
ഇല്ലേ? അതിപ്പോ ഞാൻ ചോദിക്കുകയാണ്, ചില സ്ത്രീകൾ പറയാണ് പുരുഷന്മാര് ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ ഞങ്ങൾക്ക് ആകർഷണം തോന്നും, അതുകൊണ്ട് ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ നമ്മൾ ആ രീതിയിലല്ല അത് പറയണ്ട, ഒരു ചാനലിൽ കൂടെ പറയേണ്ട കാര്യമൊന്നുമല്ല. എന്തായാലും ഉഷ പറഞ്ഞതും അതേപോലെ തന്നെ പ്രതിഭ പറഞ്ഞതും ഒക്കെ ശരിയാണ്. നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, ഇതൊരു കേരളത്തിന്റെ സംസ്കാരം. ആ സംസ്കാരത്തിന് അനുയോജ്യമായ ഡ്രസ്സുകൾ അത് പുരുഷനായാലും സ്ത്രീ ആയാലും ധരിക്കണം. ആ രീതിയിൽ തന്നെയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ സുനിൽകുമാർ ഇപ്പോൾ എൻ്റെ കോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വാടകയ്ക്ക് എടുത്ത കോട്ടാണെന്നാണ് പറയുന്നത്. ഇത് ന്യൂസ് 18-ലെ കോട്ടാണ്, ഇത് വാടകയ്ക്ക് എടുത്തതല്ല. അപ്പോൾ ജലേഷ് ജോൺ അത് കേട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഈ കസവ് സാരിയും നേരിയതും ഉടുത്താൽ മാത്രമേ ഉള്ളൂ ഈ കൾച്ചർ എന്ന് എന്നോട് അനഘ ചോദിക്കും. ജലേഷ് ജോൺ പറയുന്നു കോട്ടയം കങ്ങഴയിൽ ശക്തമായ കാറ്റും മഴയുണ്ടത്രേ, അവിടെ കറണ്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. ഞാൻ ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോടൊപ്പം മിനി ടീച്ചർ ചേരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ കുറേ ദിവസമായി, കുറേ മാസങ്ങളായി ശ്രമിക്കുന്നു, കിട്ടിയില്ല. പക്ഷേ ഇന്ന് കിട്ടി അല്ലേ? അതെ സാറേ, ഗുഡ് ഈവനിങ്. അപ്പോൾ വീട്ടിൽ 2 പേർക്ക് ലോട്ടറി അടിച്ചു, 2 പേരും പൈസ ടീച്ചർക്ക് തന്നു അല്ലേ? എനിക്ക് തന്നു. അപ്പോൾ ടീച്ചറെ എനിക്കൊരു മുട്ടായൊക്കെ വാങ്ങിച്ചു തരേണ്ട, ഇത്രയും സന്തോഷകരമായ കാര്യം വീട്ടിൽ നടന്നിട്ട്. തീർച്ചയായിട്ടും സാറിന്റെ നമ്പരും അഡ്രസ്സും ഒക്കെ ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരാം. ഞാൻ തമാശ പറഞ്ഞത്, ഞാൻ ടീച്ചർ തരുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ മുട്ടായി ആഗ്രഹിച്ചു അല്ല, അതല്ല, പക്ഷേ ഏതായാലും ആ വലിയ മനസ്സിന് നന്ദി. അപ്പോൾ ലോട്ടറി അടിച്ചു, ഭാഗ്യം വരികയാണ്. ഇതിപ്പോൾ 5000-ഉം 2,000-ഉം ആയി. ഇനി അടുത്ത 2 കോടിയൊക്കെ അടിച്ചാൽ ടീച്ചറെ പിന്നെ പൊതുവേദിയിലേക്ക് വിളിക്കൽ നിർത്തുമോ? മറന്നു ഇല്ലില്ല, പൊതുവേദിയിൽ ഞാൻ ഒന്നും എത്ര കോടി അടിച്ചാലും വിളിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ടീച്ചർക്ക് ഈ അനഘ പറഞ്ഞതിനോട് യോജിപ്പുണ്ടോ? ആളുകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിച്ചോട്ടെ, അവരെ അനഘയുടെ ഇപ്പോഴത്തെ ഒരു ഇതല്ലേ അനഘ പറഞ്ഞതിനോട്? അതാണല്ലോ അവൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാനും അവളും 2 ധ്രുവങ്ങളിലാണ്. ധ്രുവങ്ങളിലാണെന്ന്. ജനറേഷൻ ഗ്യാപ്പാണത് അല്ലേ? ഇല്ല, ജനറേഷൻ ഗ്യാപ്പ് മീൻസ് ഞാനൊരു അധ്യാപികയും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് ഈ പിള്ളേരോടുള്ള കോണ്ടാക്ട് ഒരുപാടുണ്ടല്ലോ സാർ. അപ്പോഴത്തെ പിള്ളേരുടെ ഡ്രസ്സിങ്ങിലൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളും നിയന്ത്രിക്കപ്പെടുന്ന ഒരാളുമാണ്. കാരണം അനഘയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിലുള്ള രീതിയിൽ അങ്ങ് പറയുന്നതല്ലേ, ഞാനതിനോട് യോജിക്കുന്നില്ല. നോർമലി എന്താ പറയുക, കുട്ടികൾ വളരുന്നതനുസരിച്ച് പേരൻസ് അത് ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ 2 പേരും 2 ധ്രുവങ്ങളിലാണ്. അപ്പൊ അച്ഛൻ ആരുടെ കൂടെയാ? ചേട്ടന് അവളുടെ അച്ഛനെ പറഞ്ഞ അവൾ ഈ പറയുന്ന കണക്കുള്ള ഡ്രസ്സൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല. അവൾ എപ്പോഴും നോർമലി എന്താ പറയാ. പക്ഷെ നിങ്ങൾ 2 പേരും 2 ധ്രുവങ്ങളിൽ നിൽക്കുമ്പോ ആരെ പിന്താങ്ങും? ചേട്ടന് എന്താ പറയാ മോളുടെ കൂടെ അത് ലോകത്തെല്ലായിടത്തും അല്ല, ലോകത്തല്ല എനിക്കറിയില്ല, പക്ഷെ ഞാൻ എനിക്കറിയാവുന്ന കേരളത്തിലെ പല അച്ഛന്മാർക്കും അവർക്ക് ഈ പെൺകുട്ടികളോട് വലിയൊരു സ്നേഹക്കൂടുതലുണ്ട്. സ്നേഹം ഒരേതായിരിക്കാം, പക്ഷെ എങ്കിലും അവർക്ക് ഒരു കൂടുതൽ അത് പ്രകടിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? അതെ, അല്ലെങ്കിലും നമുക്ക് അവളോട് മോളെ ഈ ഡ്രസ്സ് ഇടണ്ട എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. കാരണം എന്റെ രീതികൾ അവൾക്ക് കുറെ അറിയാം. അപ്പൊ എങ്കിലും ഇപ്പൊ അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊക്കെ ഡ്രസ്സൊക്കെ ഇടുമ്പോ ഞാൻ ചിലപ്പോ ചോദിക്കും, പക്ഷെ ഇവർക്ക് ഇതൊക്കെ ഇത്തിരി കൂടെ ഒക്കെ ഇടണം, അപ്പൊ അമ്മ അത് അവരുടെ ഇഷ്ടമാണ് എന്നൊരു ടോക്ക് ഉടനെ തന്നെ ഉണ്ടാകും. അപ്പൊ ഏതായാലും പുതിയ തലമുറ മാറി ചിന്തിക്കുന്നു. നമ്മൾ കുറെയൊക്കെ അവർക്ക് പഴയതിന്റെ ഗുണങ്ങളും പുതിയതിന്റെ ഗുണങ്ങളുമായി പുതിയ അതിനൂതനമായൊരു രീതി വരട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്. അപ്പോൾ ഏതായാലും ദീർഘനാൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ഓണം വന്നു, മറ്റു പല ആഘോഷങ്ങൾ വന്നു. ഇടയ്ക്ക് സാറ് കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, സാറിനെ കാണുന്നേ ഇല്ലായിരുന്നു. ഞാനൊന്ന് വീട്ടിലൊക്കെ ചെന്ന്, എൻ്റെ അമ്മ സുഖമില്ലാതായല്ലോ, അപ്പോൾ അതൊക്കെ ഇപ്പോൾ ശരിയായി, ഞാൻ പിന്നെ മടങ്ങി വന്നു ഇങ്ങനെ. അപ്പോൾ ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ഷീബ എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. ഷീബ കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലം കല്ലട. അപ്പോൾ ഷീബ, ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയാണ് ചർച്ച. പുരുഷന്മാരുടെ വസ്ത്രധാരണം ഒരിക്കലും ചർച്ചയാകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും സാർ? അത് സ്ത്രീകള് വസ്ത്രം ധരിക്കുന്നതും പുരുഷന്മാര് വസ്ത്രം ധരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം. നമ്മളൊരു പൊതു പരിപാടി അല്ല ഒരു അവാർഡാണ് ചടങ്ങ്, നമ്മളൊന്ന് കണ്ടു നോക്ക്. പുരുഷന്മാരാണെങ്കിൽ
ഫുൾ നല്ല രീതിയിൽ ഡ്രസ്സ്, പാന്റ് ഷർട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു. അതേസമയം ഈ പൊതുവേദികളിൽ അത് 80-85 വയസ്സുള്ള മന്ത്രിമാർ പോലും പങ്കെടുക്കുന്ന പരിപാടികളിൽ അത് സിനിമാ താരങ്ങൾ ആണെങ്കിൽ, വനിത സ്ത്രീകളാണെങ്കിൽ അവർ വരുന്ന ഡ്രസ്സ് എത്രമാത്രം ആ ഡ്രസ്സ് നോക്കി നമുക്ക് കുടുംബസമേതം അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ കാണാം, ഒരു ഭാര്യ ഒറ്റയ്ക്കാണെങ്കിൽ കാണാം, ഒരു ഭർത്താവ് ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ കാണാം, കുടുംബസമേതം കാണാം. അതുപോലെ ഏഷ്യാനെറ്റിലെ ആ ഒരു പ്രോഗ്രാം ഉണ്ട്, അത് ഈ 10 വയസ്സിന് മേലുള്ള മക്കളുമായിട്ട് അച്ഛനമ്മമാർക്ക് എത്രത്തോളം അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? അത് പറ്റത്തില്ല. 10 വയസ്സിന് മേലെയുള്ളവർക്ക് കാണാലോ. ഈ മേളിലോട്ടുള്ള പേർക്ക് കണ്ടോണ്ടിരിക്കാൻ അച്ഛനും അമ്മയും കൂടി ഇരിക്കുമ്പോൾ അത് കാണാൻ പറ്റുമോ? 18 വയസ്സുള്ള ഒരു 19 വയസ്സുള്ള മക്കളുമായിട്ട് ആ പ്രോഗ്രാം കംപ്ലീറ്റ് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസോ ഒരു പ്രോഗ്രാം എന്നേ പറയുന്നുള്ളൂ, കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ എപ്പോഴും പറയും നമ്മൾ വിദേശ രാജ്യങ്ങളെ അനുകരിച്ച് ഡ്രസ്സ് ധരിക്കണമെന്ന് പറഞ്ഞാൽ, പണ്ട് വിദേശ രാജ്യങ്ങളെ അനുകരിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടെ പോക്സോ കേസുകൾ കൂടുന്നത്, പീഡനങ്ങൾ കൂടുന്നത്, പണ്ട് ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ അധികമൊന്നും. കേസെടുക്കാറില്ലായിരുന്നു, ഇപ്പൊ കേസെടുക്കാൻ തുടങ്ങി, കർശനമായി അന്വേഷിക്കാൻ തുടങ്ങി, പിടിക്കാൻ തുടങ്ങി. പണ്ട് ഇത് ആ നാട്ടിൽ വ്യാപകമായി നടന്നിരുന്നതാണ്. പണ്ട് ഈ കല്യാണപ്രായം തന്നെ ഇപ്പോഴാണല്ലോ നമ്മൾ 18 നിന്ന് നിജപ്പെടുത്തുന്നത്. മുമ്പ് അത് വളരെ ചെറുതായിരുന്നല്ലോ, കുഞ്ഞുങ്ങളൊക്കെ കല്യാണം കഴിപ്പിച്ചു. പണ്ടിപ്പോ നമ്മുടെ നാട്, എന്റെ നാടായാൽ പോലും പണ്ട് ഇങ്ങനെ കേട്ടുകേൾവി ഇല്ല. അന്ന് ടി വി ഇല്ല, ടി വി പോക്സോ ആക്ട് ഈ അടുത്തല്ലേ വരുന്നത്. അല്ല, നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്നത് ഈ ഒരു കാര്യമാണ്. അല്ല, പണ്ട് ഇത് നടന്നിരുന്നു, പക്ഷെ അത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. കുഞ്ഞുങ്ങൾ അതിന് ഇരയായി മാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നാണ് ഇതിനെതിരെ ശക്തമായൊരു നിയമം വരുന്നത്. എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ കാലങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവരെ ആളുകൾ അറ്റാക്ക് ചെയ്യുന്നത് പോട്ടെ, കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങൾ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. അല്ല ശിവ, നമ്മൾ ബാലവിവാഹം ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്നല്ലേ ഇങ്ങ് മാറി ഇവിടെ എത്തിയത്. രാജാറാം മോഹൻ റോയ് ഒക്കെ പോരാടേണ്ടി വന്നത് അതിനു വേണ്ടിയല്ലേ. കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് കുട്ടികൾ ഗർഭധാരം നടത്തേണ്ട സാഹചര്യത്തിൽ നിന്നല്ലേ ഈ നാട് മാറി ഇങ്ങനെ ആയത്. ഈ ഒരുപാട് മാറ്റം ഉണ്ടാവുമ്പോഴും ആ മാറ്റത്തിനനുസരിച്ചുള്ള ഡ്രസ്സും കൂടെ വേണ്ട. ഇങ്ങനെ ഈ യു പ്രതിഭ MLA പറഞ്ഞതിന് ഞാനൊരു ചോദ്യം, ഞാൻ തർക്കിക്കാൻ വേണ്ടിയല്ല, ഒരു ചോദ്യം ശ്രീമതി ഷീബയോട് അങ്ങോട്ട് ചോദിക്കും. മാന്യമായ വസ്ത്രം ഇതാണ് എന്ന ആര് നിർവചിക്കും? ആര് പറയുന്നു? മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് പൊതു എടുത്ത് ഇറങ്ങി തോന്നരുത്. ചില ആളുകൾ പറയുന്നത് തട്ടമിടാത്തത് മാന്യത കുറവാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. മാന്യത കുറവല്ല, സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ ഒരുവിധമൊക്കെ ശരീരം മറഞ്ഞിരിക്കണം, അതേ ഉള്ളൂ മാന്യമായ ഡ്രസ്സ്. ശരീരം ഒരുവിധം മറഞ്ഞിരിക്കുന്ന ഒരു ഡ്രസ്സ്. ഒരുവിധം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പരിധി ആര് നിശ്ചയിക്കും? എത്ര കണ്ട് പരിധി നമുക്കറിയാവില്ല. നമുക്ക് നമ്മുടെ മക്കളുടെ നമ്മുടെ കാര്യമല്ലേ അറിയാവും, മറ്റേ ആൾ എങ്ങനെ അത് കരുതും? ഇപ്പൊ ഞാൻ പറയുകയാണ് ഇത്ര ഇറക്കമുള്ള ഡ്രസ്സ് ധരിക്കണം, വേറൊരാൾ പറയുന്നല്ല അത് കുറച്ചും കൂടി ഇറക്കം വേണം, എന്നിങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് പറയാലോ. പക്വതയുള്ള നമ്മുടെ മക്കളുടെ മുമ്പിൽ നമുക്ക് ഏത് ഡ്രസ് ഇടാൻ പറ്റും? അവരൊക്കെ അവരുടെ സിനിമയെ കുറിച്ച് അറിയാത്ത ആളാണോ ശ്രീമതി ലിസിയും പ്രിയദർശനും ഒക്കെ? അവരുടെ മകൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് അവർക്ക് അറിയാത്ത. അവരുടെ മകളുടെ കാര്യം ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അത് സിനിമയിൽ അഭിനയിക്കുന്നതിന് ഏത് പാട്ട് രംഗത്ത് ഏത് ഡ്രസ് ഇടാം, പക്ഷെ ജീവിതത്തിൽ അതാവരുത്. പൊതുസ്ഥലങ്ങളിൽ വരുമ്പോൾ കുറച്ച് മാന്യത. അല്ല, അപ്പൊ ഈ ഉദ്ഘാടനത്തിന് വരുന്ന നടി ചലച്ചിത്ര താരങ്ങൾക്ക് അറിയില്ല, അവർക്കൊരു ധാരണ ഉണ്ടല്ലോ ഈ വസ്ത്രം മാന്യമാണ് എന്ന്. അവരത് മാന്യമാണെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് കണ്ട് അനുകരിക്കും. നമ്മുടെ എന്തുകൊണ്ടാണ് ഈ അല്ല, അത് നമ്മൾ അത് ഇതിൽ ഏതാണ് മാന്യത കുറവ് എന്ന് എങ്ങനെ തീരുമാനിക്കും? അതാണ് പ്രശ്നം. ഇപ്പം ഞാൻ പറയുന്നത് ഈ കോട്ട് ഇട്ട് ഇങ്ങനെ വരുന്ന ഒരു മാന്യതയാണെന്ന് പറയുന്നത്. അപ്പോൾ വേറൊരാൾ പറയണേ ഈ കോട്ട് ഒരു മാന്യത ഇല്ലാത്ത കാര്യമാണ്, ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഏത് മാന്യത എന്ന് എങ്ങനെ നിർവചിക്കും? അപ്പോൾ നമ്മുടെ നിയമം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ആഭാസം എന്ന് പറഞ്ഞ നിയമത്തിന് ആ നിയമം അംഗീകരിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിന്റെ മക്കളാ ഒരു 18 വയസ്സുള്ള ഒരു മോളുണ്ടെന്ന് വെച്ചു. ഇപ്പം ഈ വിദേശ രാജ്യങ്ങളിലും എല്ലായിടത്തും അല്ലെ സിനിമാ താരങ്ങൾ ഇങ്ങനെ ഈ ഡ്രസ് ഇട്ടാൽ മതി എന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മൾ പറയൂ, മാന്യത കുറവെന്നേ നമ്മൾ പറയാം, അത് ഇടണ്ടെന്ന് പറയും. കുട്ടിയാണ് ഞാൻ പറഞ്ഞ ചിലപ്പോൾ അവര് എന്നെ ചീത്തയും പറയും. ഈ ഡ്രസ് ഇട്ടാൽ മതി, അങ്ങനെ പറ്റില്ലെന്നേ. ഞാൻ പറയുന്നത് നമുക്കിപ്പോ സ്ലീവ്ലെസ് ഡ്രസ് ഇടരുത് എന്ന് എന്റെ മോളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവരനുസരിച്ച്. നമ്മുടെ ബോഡി പുറത്തെന്ന് പറഞ്ഞ നിയമം ഉണ്ടല്ലോ നാട്ടിൽ, ആ നിയമം എല്ലാവരും അംഗീകരിക്കണം. അതിനപ്പുറത്തേക്കുള്ള കാര്യത്തിലാണ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല, പലരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. പലരും അഭിപ്രായ വ്യത്യാസം കൊണ്ട് ചില ആളുകൾ പറയുന്നത് ഇപ്പൊ എന്താ പറയാ, നമ്മുടെ സാധാരണ സാരി ഉടുക്കുമ്പോൾ ഒരു ബ്ലൗസിന്റെ ഇറക്കം അത് മാന്യമാണെന്ന് പറയും.
ചിലർ പറയുന്നു ആ ഇറക്കം മാന്യമല്ല, അത് കുറേ കൂടി താഴേക്കായിരിക്കണം എന്ന് പറയുന്നു, അതും മാന്യം. ഇത് പുരുഷന്മാർക്കാണെങ്കിൽ ഇതൊന്നും ബാധകമേ അല്ല, അവർക്ക് എങ്ങനെയും നടക്കാം. പുരുഷന്മാർ മാന്യമായിട്ടാണ് വരുന്നത്. പുരുഷന്മാർ വലിയ മാന്യമായിട്ട് ഏത് പ്രോഗ്രാം എടുത്ത് നോക്ക്, സിനിമാ നടന്മാരെല്ലാം നല്ല മാന്യമായിട്ടാണ് ഡ്രസ്സ് ധരിച്ചു വരുന്നത്. പക്ഷെ നടികളെ ഉള്ള ഈ പ്രശ്നം വരുന്നത്. അവര് നൃത്തവും ഒക്കെ ചെയ്യുമ്പോൾ അവരും ബോഡി ഷോ ഒക്കെ കാണിക്കുന്നില്ലേ? ഇല്ല, അവര് മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. എപ്പോ നോക്കിയാലും അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ സ്ത്രീകളെ ഉള്ളു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ കോളേജുകളിൽ യൂണിഫോം വെച്ചിരിക്കുന്നത്? സ്കൂളുകളിലെ പോട്ടെ, കോളേജുകളിൽ എന്തിനാ യൂണിഫോം വെച്ചത്? അത് ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന ആളുകൾ ഒരു വിദ്യാലയത്തിലെയാണെന്ന് ഒന്ന് തിരിച്ചറിയാൻ, അവർ തമ്മിൽ ഒരു വ്യത്യാസമില്ല, അവർ ഒരേപോലെ ആയിരിക്കണം, ഒരേ സാഹചര്യം, പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ അവരിൽ ചിലപ്പോൾ സമ്പന്നർക്ക് കൂടുതൽ കാണിക്കാൻ പറ്റും, ദരിദ്രർ ആയിട്ടുള്ള. അപ്പോൾ അവരൊക്കെ ഏതാണ്ട് ഒരേ ഒരു കോമൺനെസ് ഫീൽ ചെയ്യാനാണ് യൂണിഫോം. അത് പോലീസിനുണ്ട്, അത് സ്കൂൾ കുട്ടികൾക്കുണ്ട്, അഭിഭാഷകർക്കൊരു വസ്ത്രധാരണമുണ്ട്. അത് ചിലത് അവരുടെ ഒരു മുൻകാല അവരുടെ തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ കാരണങ്ങൾ ഒരുപാടുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ ഞാൻ തന്നെ പലയിടങ്ങളിൽ ഡൽഹിയിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള വനിതകളുടെ യൂണിഫോമിൻ്റെ സ്കേർട്ടിൻ്റെ ഇറക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ ഇറക്കം പോരാ, കുറെ കൂടെ നീട്ടണം, താഴേക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അതല്ല സാർ, പണ്ടത്തെ സിനിമാ നടികൾ ഉണ്ടല്ലോ, അവരാരും ഈ ഇങ്ങനത്തെ ഡ്രസ്സ് അല്ലല്ലോ ധരിച്ചിറങ്ങുന്നത് പൊതുവേദികളിലോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ. അല്ല, അന്ന് ഇങ്ങനെ ടെലിവിഷനൊന്നും ഇല്ലല്ലോ. പൊതുസ്ഥലങ്ങളിൽ നടി പോയതിൻ്റെ കാര്യം നമ്മൾ അറിയുന്നത് പത്രത്തിൽ വന്ന ഏതെങ്കിലും ഫോട്ടോ വന്നാലല്ലേ ഉള്ളൂ. ആ പത്രത്തിൽ വന്നാലും നമ്മൾ അങ്ങനെ കാണുന്നില്ല. അവര് നമുക്ക് മാന്യമായ ശരീരം മറച്ചുകൊണ്ടുള്ള തുണികൾ അവർ ധരിക്കുന്നത്, വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നത്. അന്ന് ഇതൊന്നും ഫാഷൻ അല്ല, ഇപ്പൊ പുതിയ ഫാഷൻ വന്നു. അന്ന് പാന്റ് ഇട്ടിട്ട് പാന്റും കോട്ടും ഇട്ട് സ്ത്രീകൾ നടക്കില്ല. ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ, അപ്പൊ ഇപ്പോഴത്തെ ഈ മയക്കുമരുന്നും കഞ്ചാവും അതും ഒരു ഫാഷന്റെ ഭാഗമല്ലേ? വിദേശ അതെങ്ങനെ ഫാഷൻ ആകുന്നത്? അത് നമ്മുടെ നാട്ടിന്റെ നിയമവിരുദ്ധമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. നിയമവിരുദ്ധമായി എനിക്ക് നമുക്ക് ആർക്കും നടക്കാൻ പറ്റില്ല, നിയമമാണ്. ആ നിയമം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ? നമ്മുടെ കേരളത്തിൽ പണ്ട് ഇത്രയും ഉണ്ടായിരുന്നോ? ഇപ്പൊ എങ്ങനെ കേരളത്തിൽ ഇത് വ്യാപകമായി? അത് മറ്റു രാജ്യങ്ങളെ അനുകരിക്കാൻ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരുടെ രീതി അനുകരിച്ചുകൊണ്ട് വന്നതുകൊണ്ടല്ലേ കേരളത്തിൽ ഇത് വന്നത്? കേരളത്തിൽ അല്ല ശ്രീമതി, നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ഈ കഞ്ചാവും അതുപോലുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. ഈ കെമിക്കൽ മയക്കുമരുന്നുകൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണ്. പല രാജാക്കന്മാരും ഈ വീഞ്ഞ് ഡബിൾ ഡിസ്റ്റിൽഡ് വൈനൊക്കെ കുടിച്ച് മതോന്മത്തരായി നടന്നിരുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടേത്. പാവപ്പെട്ടവർക്ക് അത് വാങ്ങിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നപ്പം സാധാരണക്കാരിത് പിന്നെ ചാരായം വാറ്റുന്നതും കുടിക്കുന്നതും ഒക്കെ ഈ നാട്ടിൽ എത്രയോ നമ്മൾ പല സ്ഥലങ്ങളിൽ നോക്കിയാൽ ഇതൊക്കെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ കൂടി ഭാഗമാണ്. അപ്പം നമ്മൾ മദ്യപീശീലം പുറത്തുനിന്ന് പഠിച്ചൊന്നുമല്ല. അത് എത്രയോ കാലം ഇംഗ്ലീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ മദ്യ ഇതുണ്ട്. സോമ സുര എന്നൊക്കെ പറയുന്നത് വേദകാലം തൊട്ടുള്ള മദ്യങ്ങളാണ്. അതുപോലെ കഞ്ചാവ് എന്ന് പറയുന്ന നമ്മുടെ പല ദൈവങ്ങൾ പോലും ഉപയോഗിച്ചിരുന്ന കാര്യമായിട്ട് വിശ്വസിക്കുന്നവരുണ്ട് ഉത്തരേന്ത്യയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് എന്തോ ഇംഗ്ലീഷുകാരൻ കൊണ്ടുവന്ന് കഞ്ചാവ് നമ്മളെ പഠിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും വളരെ ദീർഘമായി സംസാരിച്ചതിൽ സന്തോഷം. ഞാൻ ശ്രീമതി ഷീബ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ്, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ജോൺ ജോസഫ് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ജോൺ ജോസഫ് ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോൺ ജോസഫ്. ഹലോ. ഹലോ. മാന്യമായ വസ്ത്രം ധരിക്കണം, അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതാരാണ് തീരുമാനിക്കേണ്ടത്? മാന്യതയാണ് അല്ല എന്നൊക്കെ അവനവൻ തീരുമാനിക്കണം. അവനവൻ തീരുമാനിക്കണം മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ കൂടുതലും പീഡനവും കാര്യമൊക്കെ പറയണത് ഇതൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണോ ഈ പിന്നെ ഒന്ന് തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ പോലും പീഡിപ്പിക്കുന്ന വസ്ത്രധാരണത്തിന്റെ പ്രശ്നം? അതൊക്കെ ആളുകളുടെ മാനസിക പ്രശ്നമാണല്ലേ, അവിടെയല്ലേ മാറേണ്ടത്. പ്രദീപ് പെരിനാടിൽ നിന്ന് തന്നെ വിളിക്കും. പ്രദീപ്, പെരിനാട് എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണോ പ്രദീപ്? സാറേ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാറേ, ഞാൻ ആദ്യം വിളിക്കാൻ നമ്മുടെ ഉഷ എന്ന് പറയുന്ന മേഡത്തിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കാനാണ് ഞാൻ ആദ്യം വിളിച്ചത്. ഞാൻ ഈ പരിപാടി കേൾക്കുന്നല്ലേ. ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നു. അതെ, ആ പറഞ്ഞ ആ ഉഷ എന്ന് പറയുന്ന മേഡത്തിന് ഒരു ചെറിയൊരു പാരിതോഷ്യം പോലും കൊടുക്കാനാണ് നമ്മൾ തയ്യാറായിട്ടിരിക്കുക. അറിയോ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രീമതി ഉഷയ്ക്ക് നമ്മുടെ പൊതുവേദിയിൽ ധാരാളം ആരാധകരുണ്ട്. ഇപ്പൊ ഒന്നല്ല രണ്ടല്ല മൂന്ന് അല്ല ആളുകൾ ഇങ്ങനെ അവരെ പിന്താങ്ങുകയാണ്. അപ്പൊ അങ്ങേക്കും തോന്നുന്നത് മാന്യത കുറയുന്നു, സദാചാരം നഷ്ടമാകുന്നു, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലേ പണ്ട് എന്റെ കൊച്ചുനാളില് ഞാനന്നെങ്കിൽ ഒരുപാട് സ്ത്രീകളെ കാണുന്ന പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ നമ്മുടെ ഉടയാടായിട്ട് പിന്നെ ഉപയോഗിക്കുന്ന ചില പട്ടുകളുണ്ടല്ലോ, ഓർമ്മ അറിയാലോ സാറേ? എനിക്ക് മനസ്സിലായില്ല, എന്താണ് സാറേ? ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന ദൈവത്തിലൊക്കെ മൂടുന്ന പട്ട് അതേപോലെ
അതേപോലെയുള്ള പട്ട് പാവാട ഉടുപ്പും പണ്ട് സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇറക്കവും ആ ഉടുപ്പും പാവാടയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേഷവിധാനം പണ്ട് എല്ലാവർക്കും അതാണ്. മനസ്സിലായില്ലേ? നമ്മളിവിടെ നെയ്ത്ത് തുടങ്ങിയിട്ട് തന്നെ എത്ര വർഷങ്ങളായി, വളരെ നെയ്ത്ത് പ്രാബല്യത്തിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി എന്ന് ആലോചിച്ചാൽ രസം. നമ്മുടെ ആളുകൾ ഈ അടുത്ത കാലത്ത്, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ആളുകൾ ആ നാട്ടിൽ വയസ്സായ ആളുകളൊക്കെ ഉള്ള വസ്ത്രധാരണം നോക്കി നമുക്കത് മനസ്സിലാവും. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ അത് പ്രായം ഉണ്ടാവുമല്ലോ. നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴൊരു കാലത്ത് സ്ത്രീകൾ എന്ത് വസ്ത്രമാണ് വയസ്സായ സ്ത്രീകൾ ധരിച്ചത്, അത് അവരുടെ ചെറുപ്പത്തിൽ അവർ ധരിച്ച് ശീലിച്ചൊരു വസ്ത്രമാണ്. ആളുകൾ കൗബീനം മാത്രം ധരിച്ച് നടന്ന ഒരു നാട് കണ്ട് ആകെ അന്തം വിട്ട ഇംഗ്ലീഷുകാരും മറ്റ് രാജ്യക്കാരും ഒക്കെ ഈ നാട്ടിലുണ്ട്. അപ്പം നമുക്ക് ഇവിടെ എന്തോ ഭയങ്കരമായി മൂടിപ്പോച്ച് കിടക്കുന്ന ആളുകളാണെന്നുള്ള ധാരണ എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായതാണ്. ശരി, അപ്പോൾ വേറെ ആളുകൾ നിൽക്കുന്നു. ഓക്കെ, അത് തീരാറായി. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, ചുരുങ്ങിയ വാക്കുകളിൽ. ഹലോ. ഈ വസ്ത്രധാരണയിൽ കുറച്ചും കൂടി മാന്യത കാണിച്ച് നടക്കണം എന്നാണ് ഇപ്പൊ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി മാന്യത വേണം അല്ലേ? ശരി, ഓക്കെ. അപ്പൊ ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം ചേർന്നു. ചന്ദ്രൻ നായർ, അപ്പൊ 5 ഐറ്റത്തിൽ ജയിച്ച കായിക താരമാണ്. അതിന്റെ സന്തോഷമാണ്. അപ്പൊ എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഇതാകാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് സന്തോഷമാണ് എനിക്ക്. അങ്ങനെ ഒരാൾ നമ്മൾ വളരെ ആരോഗ്യവാനായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. അപ്പൊ ശ്രീ ചന്ദ്രൻ നായർക്ക് ഇതിൽ ആരോടൊപ്പം നിൽക്കും? സാർ, നമ്മുടെ പെൺമക്കളും ആൺമക്കളുമായിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല ഫംഗ്ഷനിലേക്ക് പങ്കെടുക്കുമ്പോൾ നമ്മൾ ചൂളി പോകുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടാണ്, ഒരു വല്ലാത്ത ഒരു ഇറിറ്റേഷൻ. അത് സാറിനും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. എനിക്കങ്ങനെ അനുഭവപ്പെടാറില്ല. ഞാൻ മറ്റുള്ളവരുടെ വസ്ത്രം ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം അതൊക്കെ അവരുടെ ഇഷ്ടം. പണ്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് വരുന്നവരെയൊക്കെ ഇങ്ങനെ വയസ്സായ ആളുകൾ കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ എന്താ ആഭാസമാണ് കാണിക്കുന്നത്, ചുണ്ടിൽ ചായം തേക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നോക്കുന്ന അതേ ആളുകൾ തന്നെ അന്ന് ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞ് നടന്നവർ ഇപ്പോൾ ലിപ്സ്റ്റിക്കും തേച്ച് നടക്കുന്നത് ഞാൻ തന്നെ കാണുകയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ പിന്നെ ആകെ ചെയ്യുന്നത് എൻ്റെ ഈ കുടവയറ് മറയ്ക്കാനുള്ളൊരു ചെറിയ കോട്ടിടുന്നു എന്നല്ലാതെ വസ്ത്രത്തെക്കുറിച്ച് അതിനേക്കാൾ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല. സാർ, ഏതായാലും ശരി, നമ്മുടെ ആ ചെമ്മീൻ പോലുള്ള സിനിമകളൊക്കെ ഉള്ളതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പൊ കാണുന്നത്. പണ്ട് മുതലേ ഇതുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെയും ഇത് കൂടുതലാകാൻ വേണ്ടിയിട്ട് മനസ്സാറെ ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കല്ലേ സാർ, പ്ലീസ്. ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ കുര്യാക്കോസ് എന്നോടൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. കുര്യാക്കോസ്, അല്ല സാറേ, ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ നഗ്നമായി നടക്കണമെന്ന് എന്താ വാശി? അതല്ല, അത് അവര് നിയമം ഈ നാട്ടിലുണ്ടല്ലോ, നഗ്നമായി നടക്കാൻ പാടില്ല എന്ന്. ആ നിയമം അവർ പാലിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ കൈകടത്താൻ ആളുകൾ അനുവദിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം. പുരുഷന് വസ്ത്രം ഇത്ര വരെ ധരിക്കണമെന്ന് നിയമമുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ഒരു നിയമം എല്ലാവർക്കും ബാധകമാണ്. നഗ്നതാ പ്രദർശനം നടത്തിയാൽ അത് കേസാവും. അതിനപ്പുറത്തേക്ക് ആ നഗ്നതാ പ്രദർശനത്തിന് മുകളിലേക്ക് ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ശരി, പിന്നെ ഇതൊക്കെ ഒരു കാഴ്ച വസ്തുവാണല്ലോ അല്ലേ? ഏതാ? ഒരു അലങ്കാര വസ്തുവാണല്ലോ സ്ത്രീ എന്ന് പറഞ്ഞ ആൾക്കാര്. സ്ത്രീയല്ല, പുരുഷനുമല്ല. നമ്മൾ ആളുകള് അവരവരുടെ സൗകര്യമാണ് വസ്ത്രം. നമ്മളെ കാണാതെ ഒരാളെങ്ങനെ, നമ്മള് മുഖം മറച്ചിട്ട് എന്റെ മുഖം ഒരു അലങ്കാര വസ്തുവാണ് അതുകൊണ്ട് കാണിക്കില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മുഖം മറച്ച് നിൽക്കാൻ പറ്റുമോ? അങ്ങനെയും ഉണ്ടല്ലോ ആൾക്കാര്. അല്ല, അതുണ്ടാവുമായിരിക്കും. അത് അവരുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു. അതേസമയം എനിക്ക് മുഖം തുറന്ന് കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ആ സ്വാതന്ത്ര്യത്തെയും അങ്ങ് മാനിക്കണം. വരാവോ സാറേ? എന്ത് ഈ നാട്ടിൽ ചെയ്താലും സ്വാതന്ത്ര്യം അല്ലല്ലോ. സ്വാതന്ത്ര്യം ഈ നാട്ടിൽ നിയമമില്ല. അപ്പൊ ആ നിയമം നമ്മളിപ്പോ ഒരു കള്ളു കുടിച്ചു, മറ്റൊരാളെ ചീത്ത പറഞ്ഞു, അതിനൊക്കെ നിയമമുണ്ടതേ. കള്ളു കുടിച്ച് ചീത്ത പറഞ്ഞാൽ അത് നിയമപരമായി തെറ്റാണ്. അത് നമ്മുടെ അതിന് ഇപ്പൊ നേരത്തെ ഇന്ത്യൻ പീനൽ കോഡായിരുന്നു, ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയുണ്ട്. കള്ളു കുടിച്ച ഒരാളെ ചീത്ത പറഞ്ഞാൽ അത് ഒരു ഒഫൻസാണ്. ആ ഒഫൻസിന് കോടതി വഴി നമ്മൾ ഹാജരാകേണ്ടി വരും. അത് മറ്റേ പരാതി പറഞ്ഞാൽ അതിർവരമ്പുണ്ടല്ലോ എല്ലാ കാര്യത്തിനും. അതിർവരമ്പാണ്, അതാണ് ഈ നിയമം. ആ നിയമം ലംഘിക്കുമ്പോൾ നമ്മൾ പിടിക്കപ്പെടും. നമ്മുടെ വസ്തുവിൽ നിൽക്കുക, നമ്മൾ മറ്റൊരുത്തിന്റെ വസ്തു കയറാതിരിക്കുക, ഇങ്ങനെയൊക്കെ അതൊക്കെ നിയമമാണ്. നമുക്ക് വല്ലവരുടെ വസ്തുവിൽ കയറുമ്പോഴാണ് അതിന് ട്രസ്പാസിംഗ് എന്ന് പറയുന്നത്, കടന്നു കയറ്റം, അതിക്രമിച്ച് കയറുക. അതൊക്കെ ആളുകൾ പിടിക്കും, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ എവിടെ ചെടി വെക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതിന് നിയമം തടയുന്നില്ല. അപ്പൊ അത് അങ്ങേക്ക് ഇഷ്ടമല്ല എന്ന് കരുതി ആളുകൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അവരുടെ ചോദ്യം. എൻ്റെ ചോദ്യമല്ല. ഏതായാലും ഇത് ഞാൻ അടുത്ത ആളിലേക്ക് പോകണം, നമുക്ക് കൃത്യമാണല്ലോ. ഷാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഷാൻ, ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടാണ്. ഏറ്റവും നല്ല ആൾക്കാണ്, നല്ല മനസ്സുള്ള ആൾക്കാണ് അവസാനത്തെ കോൾ കിട്ടുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദ ബെസ്റ്റ് മാൻ ഗെറ്റ്സ് ദ ലാസ്റ്റ് കോൾ. അപ്പോൾ
ഓക്കെ. ഷാൻ്റെ പക്ഷേ എന്തോ പ്രശ്നം പറ്റി. അപ്പോൾ ഇപ്പോൾ എന്നോട് അനഘ പറയുന്നു ലീവ് ആൻഡ് ലീറ്റ് ലീവ് എന്ന് പറയുന്നു. ഷീബ കൊല്ലത്തിന് പിന്തുണയുണ്ട് കേട്ടോ. ഷീബ കൊല്ലത്തിന് 100% പിന്തുണയ്ക്കുന്നവരുണ്ട്. കറണ്ട് വരില്ലെന്ന് ജലേഷ് ജോൺ. അപ്പോൾ ജലേഷ് ജോണിൻ്റെ വീട്ടിൽ കറണ്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിഭ MLA-യുടെ പ്രതികരണത്തെ സംബന്ധിച്ചുള്ളൊരു ചോദ്യമാണ് ഞാൻ യൂട്യൂബിൽ ഉന്നയിച്ചത്. അപ്പോൾ ഇത് രാഷ്ട്രീയ നേതാവിന് ചേർന്നതാണോ എന്നൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വെച്ചപ്പോൾ പ്രതിഭ MLA-ക്കാണ് വലിയ പിന്തുണ. 62% ആളുകൾ പ്രതിഭ MLA-യുടെ നിലപാടാണ് ശരിയെന്ന് പറയുന്നു. അതേസമയം 38% ആളുകൾ അങ്ങനെയല്ല, താരങ്ങൾക്ക് അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ട് എന്നും വ്യക്തമാക്കുക. ഏതായാലും ഇതൊരു വലിയ വിവാദ വിഷയമാണ്. ഇത് തുടർന്നും നമ്മുടെ നാട്ടിൽ ചർച്ചയായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.